നമ്മൾ 89 വായിച്ചു തീർത്തു. അതിലൊരു ഒരു വിശേഷപ്പെട്ട ഒരു കഥ പറഞ്ഞാണ് സ്വാമി നമുക്ക് ഈ ലോക വാഴ്വിനെ പരിചയപ്പെടുത്തിയത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, മലടി മൈന്ദനും താണുവൽപുരുടനും വാൻമലർ ചൂടി ഇലകു കന്ദർപ്പ നഗരിലെ ചുറ്റികെ ഇരതം വെളിപ്പേശി കലകമായിന മുയൽക്കൊമ്പിനാർ കുത്തിയെ കളை തിരുവരും ആണ്ടാർ അലകയായിനം വ്യവഹാരത്തെ അറിന്തവൻ മയങ്കാതെ. ഇതാണ് മൊത്തത്തിലെ മായാകാര്യങ്ങളെ പറ്റി വേദത്തിന് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അതായത് മലടി പ്രസവിച്ച മകനും കല്ലിൽ തോന്നിയ പുരുഷനും ആകാശത്തിലുണ്ടായ പുഷ്പത്തെ മുടിയിൽ ചൂടി അലങ്കാരമായി ചൂടി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഗന്ധർവ നഗരത്തിൽ ചിപ്പിവെള്ളിയെ വിലപേശി കലഹമുണ്ടായി. മുയൽക്കൊമ്പിനാൽ കുത്തി രണ്ടുപേരും ചത്തു എന്നുള്ളതാണ്. ഇനം വ്യവഹാരത്തെ ഇപ്രകാരം പറഞ്ഞ ഈ വഴക്കിനെ അറിന്തവൻ മയങ്കാതെ, ഈ വഴക്കിനെ കള്ളമാണെന്ന് അറിയാത്ത ബാലൻ വിശ്വസിച്ചാലും ഇതെല്ലാം ഇല്ലാത്തതാണെന്നറിഞ്ഞ വിദ്വാൻ വിശ്വസിക്കില്ല. ഇതാണ് ആ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പം മൊത്തത്തിലുള്ള കഥയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറയും അപ്പം കോർത്ത കമ്പേ എലി കൊണ്ടുപോയി, പിന്നെ അപ്പത്തിൻ്റെ കാര്യം എന്താണെന്നാണ്. കാരണം ഈ ലോകം ചിതാഭാസന്റെ കാര്യമാണ്. ചിതാഭാസൻ എന്ന് വെച്ചാൽ എന്താണ്? അന്ധകരണത്തിൽ പ്രതിഫലിച്ച ചൈതന്യം. വാസ്തവത്തിൽ അതാണ് ചിതാഭാസനായിട്ടിരിക്കുന്നത്. ചിത്തിൽ ആഭാസമായ ഒരു ചൈതന്യം. അതിൻ്റെതായിട്ടാണ് ഈ ലോക വിഷയങ്ങളെല്ലാം ഇരിക്കുന്നത്. ആത്മാവിൽ ഇതൊന്നും ഇല്ലേ ഇല്ല. എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിന് അവർ പറയുന്ന ഉത്തരം ഇതാണ്: സ്വപ്നത്തില് ഒന്നുമില്ലാതെ തന്നെ എന്തെല്ലാം കാര്യങ്ങളെ കണ്ട് ഭയപ്പെടുന്നു, സന്തോഷിക്കുന്നു, ദുഃഖിക്കുന്നു, ഇങ്ങനെ പല പല കാര്യങ്ങൾ സ്വപ്നദശയിൽ അഭിമുഖീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒന്നും സംഭവിക്കാതെയാണത് നടക്കണതെന്ന് ആ സമയത്ത് ഓർമ്മയില്ലെങ്കിലും ഉണർന്ന ഉടനെ അയാൾക്ക് ബോധമുണ്ടാവും. ശരിയാണ്, വെറുതെ ഒരു തോന്നല, സ്വപ്നമായിരുന്നു. സ്വപ്നം വെച്ചാൽ തോന്നലെന്നാണ് അർത്ഥം. അതൊരു സ്വപ്നമായിരുന്നു എന്നുള്ളത് തിരിച്ചറിവ് ഉണർന്നവരുണ്ടാവുന്ന പോലെ ഇവിടെയും അത് തന്നെയാണ്. യഥാർത്ഥത്തിൽ മയങ്ങിയിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് ഇതെല്ലാം സത്യമാണ്. ഈ ജാഗ്രത അവസ്ഥയ്ക്ക് ഇത് സത്യമാണ്. ഇതിനെയാണ് വ്യാവഹാരിക സത്ത എന്ന് പറയുന്നത്. സ്വപ്നത്തിൽ അനുഭവിക്കുന്ന ആ സത്തയുടെ പേരാണ് പ്രാതിഭാസിക സത്ത. കുറച്ച് സമയത്തേക്കുള്ള ഒരു യാഥാർത്ഥ്യം പോലെ ഇരിക്കുന്നതാണ്. വാസ്തവത്തിൽ അത് വിദ്യയാണ്. വിദ്യ എന്ന് വെച്ചാൽ കുറച്ചു കാലം ഉണ്ടായിരിക്കും, പിന്നെ അഴിഞ്ഞു പോകുന്നതിനാണ് വിദ്യ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതെല്ലാം വിദ്യാകാര്യങ്ങളാണ്. ഇവിടെ പറഞ്ഞ എന്താണ്? മലടിക്ക് മകനില്ല, വാൻമലർ ചൂട്. അതെ, ആകാശത്തിൽ ഈ പറഞ്ഞ കണക്ക് പുഷ്പമില്ല, ചുത്തിയിൽ വെള്ളിയില്ല. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി പറഞ്ഞാണ് ഈ വ്യവഹാരത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ പല ആവർത്തി പറഞ്ഞെങ്കിലും ചിന്മയാനന്ദ സ്വാമി പറഞ്ഞ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വരുന്ന ഇതാണ്. സ്വാമി പറഞ്ഞ് ഇതിലെ വ്യവഹാരവും ചിന്തിച്ചാൽ വിശേഷമാണ്. ചിലർ പറയും രണ്ടുപേർക്കും കൂടെ തുല്യമായി പകുത്തെടുത്തെങ്കിൽ ഇവരുടെ ഇടയിൽ ഒരു കലഹം ഉണ്ടാവേണ്ട ആവശ്യമില്ലായിരുന്നു. അതവർ ചെയ്തില്ല, അത് തെറ്റായിപ്പോയെന്ന് പറയും. അങ്ങനെ അതും ഒരു വ്യവഹാരം തന്നെ. വേറെ ചില കൂട്ടർ പറയും പോലും കുത്തിയത് മർമ്മത്തായിരിക്കും, അതാണ് പെട്ടെന്ന് ചത്തുപോയത്, അല്ലെങ്കിൽ ചാവേണ്ട കാര്യമില്ലായിരുന്നു. ഇതെല്ലാം വ്യവഹാരത്തെ ഉണ്ടാക്കുന്ന പല പല പോർഷൻസ് ആണ് ഇതിൽ. അത് ഓരോരുത്തരുടെയും വ്യവഹാരം ഏതോ ചില പോയിന്റിൽ പിടിച്ചായിരിക്കും ആ വ്യവഹാരം നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ വ്യവഹരിക്കത്തക്ക വല്ലതുമുണ്ടോ? അതുകൊണ്ടാണ് വിദ്വാനെ സംബന്ധിച്ച്, ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് ഈ ലോകം ഒരു ബ്രഹ്മജനകമല്ല. യഥാർത്ഥത്തിൽ അവരറിഞ്ഞു ഇത് കേവലം ഒരു തോറ്റമാണ്. സ്വപ്നത്തിൽ ഇരിക്കുന്നത് പോലെ ഒരു ദീർഘ സ്വപ്നത്തിലകപ്പെട്ട് നമ്മൾ ഇരിക്കുന്നതിനെയാണ് ജാഗ്രത എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ അറിഞ്ഞ ആൾ മയങ്കാതെ എന്നാണ് പറഞ്ഞത്. അറിന്തവൻ മയങ്കാതെ. മയങ്കാതെ എന്ന് വെച്ചാൽ അവന് ഈ പറഞ്ഞ കണക്ക് അജ്ഞാനത്തിൽ പോയി വീഴൂല. പിന്നെ മയക്കം എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിന്റെ വേറൊരു പേരാണ്. അറിന്തവൻ മയങ്കാതെ. അവനൊരിക്കലും തന്റെ സ്വരൂപം മറവ് സംഭവിക്കില്ല, തന്റെ സ്വരൂപത്തിൽ ഒരു മറവി സംഭവിക്കില്ല. സ്ഫുടമായിട്ട് അപ്പോഴും അവന്റെ ആ സ്വരൂപസ്ഥിതമായിട്ട് തന്നെ നിന്ന് ഇത് അഭിമുഖീകരിക്കും. അവന് അജ്ഞാനം ബാധിക്കില്ല എന്നാണ് പറഞ്ഞിട്ട്.
ഇത്രയും പറഞ്ഞതിന് ശേഷം 90-ാമത്തെ പദ്യം നമുക്ക് എടുക്കാനുള്ളത്. അതിൽ പറയണം, മായ என்பது പൊയ്യനിൽ അത് പെറ്റ വകയെല്ലാം പൊയ്യാമേ, തായയൻ്റെ മക്കൾക്കൊരു പിറവിയും ജാതിയും വേറുണ്ടോ, ചേചൊക്കവും നരകവും നന്മയും തീമയും പാരാമൽ, തൂയ സത്യചിത്ത ആനന്ദരൂപ പൂരണ സ്വരൂപമായിരിപ്പായി. മായ என்பது പൊയ്യനിൽ അത് പെറ്റ വകയെല്ലാം പൊയ്യാമേ, തായയൻ്റെ മക്കൾക്കൊരു പിറവിയും ജാതിയും വേറുണ്ടോ, ചേയ ചൊർക്കമും നരകമും നന്മയും തീമയും പാരാമൽ, തൂയ സത്യചിത്ത ആനന്ദരൂപമായി പൂർണ്ണസ്വരൂപമായി ഇരുപ്പായ. നമുക്ക് തരുന്ന ഉപദേശമാണ്. ഇതിനെയൊന്നും നോക്കണ്ട, നോക്കാതെ നിന്നിൻ്റെ ആ പൂർണ്ണസ്വരൂപമായിട്ട് നീ ഇരുന്നു കൊള്ളുക. അതാണ് സമാധി അവസ്ഥ. സവികല്പ സമാധി കൊണ്ട് ഇതിനെയാണ് പറയുന്നു. ജഗത്തിൽ ഉപാദാന കാരണമായ മായ എന്ന് പറയപ്പെടുന്നത് ഏത്? ശ്രുതിയുക്തി അനുഭവങ്ങളാൽ വിദ്യ എന്ന് കൽപ്പിക്കപ്പെട്ടവയെല്ലാം അതിനു മുമ്പേ തന്നെ വിദ്യയാകുന്നു. ഇതെങ്ങനെയെന്നാൽ, തായയൻ്റെ മക്കൾക്ക് പുത്രന്മാർക്ക് പിറവിയും ജാതിയും, ഒരു ജന്മവും ഒരു ജാതിയും ഒരമ്മയില്ലാതെ ഉണ്ടാകുമോ? ഒരമ്മയില്ലാതെ ഒരു കുട്ടി ജനിക്കുമോ? അതായത് ഇതെങ്ങനെയെന്നാൽ, തായയൻ്റെ അമ്മയില്ലാതെ മക്കൾക്ക് പുത്രന്മാർക്ക് ഒരു പിറവിയും ജാതിയും വേറുണ്ടോ? വേറെ ഏതെങ്കിലും ഉണ്ടോ? അതുപോലെ ആകുന്നു ഈ പറഞ്ഞത്. അതിനാൽ ചേയ ചൊർക്കവും നരകവും മായാമയമായ സ്വർഗവും നരകവും നന്മയും തീമയും, നന്മയുള്ളത് കൊള്ളാവുന്നത് കൊള്ളാത്തത് ആയ ഈ പ്രപഞ്ചത്തെ സത്യമായി കാണാതെ വിദ്യ എന്ന് ഉപേക്ഷിച്ചു എന്നർത്ഥം. സത്യമായി കാണാതെ എന്ന് പറഞ്ഞാൽ ഇവിടെ വിദ്യ എന്ന് ഉപേക്ഷിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. വിദ്യ എന്ന് ഉപേക്ഷിച്ച് തൂയ സത്യചിത്താനന്ദ പൂരണ സ്വരൂപമായിരിപ്പായി, ശുദ്ധമായ സച്ചിദാനന്ദ പരിപൂർണ ബ്രഹ്മസ്വരൂപമായി താനായി നിൽക്കുക. ഇതാണ് നമുക്ക് തരുന്ന ഉപദേശം. ഇത് ക്രമത്തിൽ ഒന്ന് ആലോചിച്ചാൽ, ഈ പറഞ്ഞില്ല, ഈ മനസ്സ് കിളമ്പി വ്യവഹാരത്തെ ഉണ്ടാക്കുന്ന ഒരു പ്രകൃതം ഇതിലിരിക്കുന്നതാണ് കുറ്റം. എന്നാൽ ഈ മനസ്സ് സുഷുപ്തിയിലിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മനസ്സിൽ ഞാനെന്ന ആ അഹംഭാവം അസ്തമിച്ചിരിക്കുന്ന ഒരു നിലയാണ് സുഷുപ്തി. നമുക്ക് നിത്യവും നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ചോദിക്കുന്നു, അവിടെ നിങ്ങൾ സുഖമായാണോ ഇരുന്നത് ദുഃഖമായാണോ ഇരുന്നത് എന്ന് ചോദിച്ചാൽ എന്തു പറയും? അത് എല്ലാ പ്രാണികളും പറയുന്നു അവിടെ സുഖമായി ഉറങ്ങിയൊന്നും പറഞ്ഞില്ല, എണീറ്റ് വന്ന ഉടനെ പറയാം. പോട്ടെ, അവിടെ സുഖമായി ഇരിക്കാനായിട്ട് എന്തെങ്കിലും പൊരുളുകൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നു? അതാണ് അടുത്ത ചോദ്യം. അപ്പോൾ യഥാർത്ഥത്തിൽ സമ്പാദിച്ച പണം, ബന്ധുക്കൾ, മക്കൾ, ഇതെല്ലാം ഇല്ലാത്ത സുഷുപ്തിയിൽ എങ്ങനെ സുഖം അനുഭവിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്താവിഷയം. അവർ പറയുന്നു, ഈ ലോക വിഷയങ്ങളെ കൊണ്ടാണ് നീ സുഖം അനുഭവിച്ചതെങ്കിൽ സുഷുപ്തിയിൽ ലോകവിഷയങ്ങളില്ലാതെ നീ ദുഃഖമായിട്ടാണോ ഇരുന്നതെന്നൊരു ചോദ്യം ആദ്യം ചിലത് പറയും. സുഖമായിട്ടിരുന്നു എന്ന് എല്ലാ പ്രാണികളും പറയുന്നു. സുഖമായിരുന്നു. ഒരു സെക്കൻഡ് കിട്ടുകയാണെങ്കിൽ കണ്ണടച്ച് സുഷുപ്തിയിലേക്ക് പോകാൻ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. നമുക്ക് തന്നെ അറിയാം, സ്വപ്നം ഒന്ന് ഉറങ്ങുന്നത് പോലെ ഒരു സുഖം വേറെ ഒന്നുമില്ല ഇപ്പോഴത്തെ ലൗകികമായിട്ട് ചിന്തിക്കും. അപ്പോൾ അത് പറയുന്നു, ആ സുഖമായിട്ട് അവിടെ ഇരുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് എന്ത് ഉപാധിയിലാണ് നീ സുഖമായിരുന്നതെന്ന് നീ ഒന്ന് ചിന്തിച്ച് പറയാൻ പറഞ്ഞപ്പോൾ, ഒരു ഉപാധിയില്ല, നിരുപാധികമായ സുഖമായിട്ടുണ്ട്. അത് തന്നെ ആത്മാവിൻ്റെ രൂപം. നിരുപാധികമായിരിക്കുന്ന ആ സുഖം തന്നെയാണ് ആത്മാവിൻ്റെ രൂപം. അതുകൊണ്ട് നമുക്ക് എന്താണ് ഇവിടെ പ്രയോജനം എന്ന് ചോദിച്ചാൽ, നമുക്ക് ഇപ്പോഴും ബോധപൂർവമായിട്ട് ഈ ആനന്ദത്തിലിരിക്കാം. അതിന് എന്താണ് വേണ്ടത്? അവർ പറയുന്നു, തൂയ സ്വർഗവും നരകവും നന്മയും തീമയും പാരാമൽ. സ്വർഗത്തെപ്പറ്റിയോ നരകത്തെപ്പറ്റിയോ ഒന്നും ചിന്തിക്കാതെ, നന്മയെപ്പറ്റിയോ തിന്മയെപ്പറ്റിയോ ഒന്നും ചിന്തിക്കാതെ ചെയ്യുന്നത് എന്താണ്? തൂയ സച്ചിദാനന്ദ വടിവമായി ഇരിപ്പായേ. അതായത്
അതെങ്ങനെ ഇത് മിഥ്യയെന്ന് ഉപേക്ഷിച്ചു എന്നുള്ള അർത്ഥം. കാരണം നമുക്കറിയാം ഈ ലോകത്തെപ്പറ്റി ഇത് സ്വപ്ന സന്നിഭമാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം തന്നെ ഇത് ഇല്ലാത്തതെന്ന് പറയുന്നത് വേറെ വിദ്യ എന്ന് പറഞ്ഞതിൻ്റെ സ്വരൂപമാണ്. കാരണം ഇത് വിദ്യ എന്ന് പറയുന്നതിന് പകരം അവർ പറഞ്ഞു ഇത് സ്വപ്ന സന്നിഭം എന്ന് പറഞ്ഞു. സ്വപ്നം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമല്ലാത്ത ചില കാര്യങ്ങളെ കാണുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയാണ് ഇതെന്ന് പറയുകയാണ് അവർ. അതുകൊണ്ട് ഇതിലുണ്ടാവുന്നതാണല്ലോ ഈ പറയുന്ന സ്വർഗവും ഈ നരകവും ഈ നന്മയും ഈ തിന്മയും എല്ലാം ഇതിലുണ്ടാവുന്നതിൻ്റെ വിളവുകളല്ലേ. ഇതിനെല്ലാം ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഉപേക്ഷിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ സുരേഷ്, ഇത് വിദ്യയാണെന്ന് കണ്ടാൽ തന്നെ ഇതിലുണ്ടാവുന്ന സുഖവും ദുഃഖവും വിദ്യയല്ലേ. ലോകമാണല്ലോ ഇതിന് കാരണമായി നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ കാര്യമായിരിക്കുന്ന സുഖദുഃഖങ്ങളെല്ലാം വിദ്യയല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിനെ ഉപേക്ഷിച്ചിട്ട് പിന്നെ എന്താണ് ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ വീണ്ടും ഇതിനെ എടുത്തു പിടിച്ച് മനസ്സിൽ കൊണ്ടുവന്ന് അനുസന്ധാനം ചെയ്യാതെ നീ നിന്റെ യഥാർത്ഥ സ്വരൂപം ആ കേവലമായ ഇരുപ്പിൽ അങ്ങനെ ഇരുന്നോളാം. അതാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം. ആദ്യം അങ്ങനെയല്ല. ആദ്യം പതുക്കെ പതുക്കെ ആ ഇരുപ്പ് അങ്ങനെ ഇരുന്ന് അത് ഒരു പറയുന്നു അതിൻ്റെ ലക്ഷണങ്ങളോടുകൂടി അത് പ്രത്യക്ഷപ്പെടും. ആദ്യം ഒരു മൂടത്തെ പോലെ തന്നെ തോന്നും. അത് ഉറക്കത്തിലേക്ക് ചിലപ്പോൾ ലാഞ്ചി വീണാലുമായി. അതിന് കാരണം എന്താണ്? നമുക്ക് വേണ്ടത്ര ജിജ്ഞാസ വന്നിട്ടില്ല. അപ്പോൾ ഇതിനോട് വരുന്ന ജിജ്ഞാസയാണ് നമ്മുടെ ഉറങ്ങാതെ ഉണർത്തി നിർത്തിയിരിക്കുന്ന ഫാക്ടർ. അപ്പോൾ അങ്ങനെ ഒരാൾ ശ്രമിക്കുകയാണെങ്കിൽ കാലം കൊണ്ട് ഇതൊരു ശീലമായി മാറി അയാൾക്ക് ആ ഇരിപ്പിരിക്കാൻ പറ്റും. ആ ഇരിപ്പ് ഇയാളെ അതിൻ്റെ സവിശേഷമായ, അതാണ് വൃത്തിജ്ഞാനം, ആ സവിശേഷമായ വൃത്തിജ്ഞാനത്തിലേക്ക് കൊണ്ടുചേർക്കും. അഖണ്ഡാകാര വൃത്തിജ്ഞാനത്തിലേക്ക് കൊണ്ടുചേർക്കും. അപ്പം വൃത്തി എന്ന് പറയുന്നത് എന്താണ്? ഇത് സുഷുപ്തിയിൽ എന്ത് പറ്റി? അവിടെ ഈ പറഞ്ഞ വൃത്തി അസ്ഥി ഇല്ലാതായിപ്പോയി. ആ മനസ്സ് അവിടെ ലയിച്ചത് കൊണ്ട് ആ വൃത്തി അവിടെ ഇല്ല. ഇവിടെ നമ്മൾ വൃത്തി പഴകിയത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള വൃത്തി പഴകിയത്, ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ആ ഒരു അനുസന്ധാനം ഇതിൽ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അതിൻ്റെ അർത്ഥം ഞാൻ ഈ കാണുന്ന ഈ ദേഹമോ ലോകമോ ഈ കാണപ്പെടുന്ന ഒന്നും ഞാനല്ല. ഞാൻ ഇതിനെല്ലാം വിലക്ഷണമായ സത്യചിത്താനന്ദ ബ്രഹ്മമാണ്, ശിവോഹം എന്ന് ഭാവിച്ച് ആ ഭാവനയിൽ തന്നെ അങ്ങനെ ചിരകാലം കഴിയാനാണ് അവർ പറയുന്നത്. ചിരകാലം കഴിയുന്നവർക്ക് അവർ പറയുന്നു ഇത് ആദ്യം ഇങ്ങനെ ഇരുന്നാലും പെട്ടെന്ന് അത് വസ്തുതന്ത്ര ജ്ഞാനമായിട്ട് രൂപാന്തരപ്പെടും. അത് നമ്മളുടെ പൂർവ്വ പുണ്യം, നമ്മളുടെ നിഷ്കാമകർമ്മത്തിൻ്റെ ബലം, നമുക്ക് ഗുരു ഗുരുവിനോടുള്ള അഫെക്ഷൻ, ആ ഗുരുവിൻ്റെ അനുഗ്രഹം, ഇങ്ങനെ പല പല ഫാക്ടേഴ്സിനെ ഇതായിട്ട് ബന്ധിപ്പിച്ചാണ് നമ്മുടെ ഈ ശുദ്ധമായ അറിവ് നിൽക്കുന്നത്, സമാധി അവസ്ഥയിൽ നിൽക്കുന്നത്. കേവലം ഒരാളുടെ ബുദ്ധി വൈഭവം കൊണ്ട് ഈ സമാധി ദശ വരും. ബുദ്ധിയല്ല ഇവിടെ, ബുദ്ധിയല്ല ആവശ്യം. ഇവിടെ താഴ്മ, ഗുരുവിനും വേദത്തിലും ഒക്കെ അടിപ്പെട്ട് നിൽക്കുന്ന ഒരു മനോഭാവമാണ് നമുക്കിവിടെ വേണ്ടത്. ഞാനെന്നുള്ള ഭാവത്തിലിരുന്ന അഹങ്കാരം ഇവിടെ വേണ്ട. ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. കേവലം അതാണ് ആ കേവലം. ആ കേവല നില തോറ്റാമൽ കെടുത്തത് പഞ്ചകോശം എന്ന് ശ്രുതി ഇതിൽ പറഞ്ഞു വരുമ്പോൾ ആ കേവല നിലയാണ് നമ്മുടെ യഥാർത്ഥ നില. ഇത് നമ്മുടെ വേദാന്താനന്ദ സ്വാമി പറഞ്ഞതുപോലെ ഇത് നമ്മളെല്ലാം അഭിനയത്തിലാണ്. എല്ലാവരും ആക്ടിങ് അല്ലേ. ഇപ്പം അദ്ദേഹം പറഞ്ഞു, എന്ത് രസമായിട്ട് പറഞ്ഞെന്നറിയാം, അത് അത്ഭുതപ്പെടുത്തിയ നമ്മളൊക്കെ. കാരണം സ്വാമി പറയുന്നു, ഒരാൾ കണ്ടുകൊണ്ട് പറഞ്ഞു, ഓ സ്വാമി അങ്ങ് വലിയ സ്വാമിയാണ്, അങ്ങേപ്പോലെ ഒരു സ്വാമിയെ ഞാൻ കണ്ടിട്ടില്ല. സ്വാമിയോട് പറഞ്ഞു. സ്വാമിക്ക് എന്തായി? അതിൻ്റെ കാണുമ്പോഴല്ല ആ വലിയ സ്വാമിയായിട്ട് കാണിച്ചു കൊടുക്കുന്നത് അതിൻ്റെ പ്രോബ്ലത്തിലായി അദ്ദേഹത്തിന്. അപ്പോൾ ആ കേവല നില പറ്റൂ. നമ്മുടെ കേവല നിലയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക, ഒരു പേഴ്സണാലിറ്റി ഇല്ല അതില്. ഇതിൽ പേഴ്സണാലിറ്റി ഉണ്ടോ? അവധൂതന്മാരെ നോക്കിയാൽ മനസ്സിലാവും അവർക്ക് എന്ത് പേഴ്സണാലിറ്റി. അവർ ചിലപ്പോൾ നല്ല വസ്ത്രം പോലും ധരിച്ചില്ലെന്നിരിക്കും, ചിലപ്പോൾ അവർ നല്ല രീതിക്ക് കുളിച്ചില്ലെന്നിരിക്കും, ചിലപ്പോൾ അവർ ഭസ്മം തൊട്ടില്ലെന്നിരിക്കും. ഇങ്ങനെയൊക്കെ വരുന്ന ആ ഒരു രീതിയിൽ ഇയാൾ എന്ത് കരുതുകൊണ്ട് വിചാരിച്ചിട്ട് ഇയാളെ കാണുമ്പോഴെല്ലാം അയാൾ വെപ്രാളപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേയില്ലേ. അതാണ് ഇതിനകത്തുള്ള കാര്യങ്ങളിലാണ് എല്ലാവരും അകപ്പെട്ടു പോയി. വാസ്തവം പറഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാവരെയും ഈ ലോകം പിന്നെ
കഥയില്ലാത്തവന്മാരായിട്ട് മാറ്റുന്നത് ഇങ്ങനെയാണ്. പുകഴ്ത്തി ഒരിക്കൽ രമണ ഭഗവാനെ പുകഴ്ത്തിയ കാര്യം നമുക്കറിയാം. ഭഗവാനെ പുകഴ്ത്തി കേട്ടോടെ മനസ്സിലായി ഇതെങ്ങോട്ടാണ് പോണതെന്ന്. ഉടനെ അദ്ദേഹം ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറത്ത് പോയി താഴ്ന്നിരുന്നിട്ട് അദ്ദേഹം രമണായ ഭഗവൻ പാടിക്കൊണ്ടിരിക്കുന്നു. ഇത് അവർ കണ്ടപ്പോൾ അതിശയപ്പെട്ടു. മനസ്സിലായ കഥ? വല്ലപ്പോഴും ആണ്ടിലൊരിക്കൽ വന്ന് ക്ലാസ്സിൽ ഇരുന്ന് എങ്ങനെയാണ്? വേറൊന്നുമില്ല, ഭഗവാൻ ഇങ്ങനെ ഒരാൾ പറഞ്ഞു അങ്ങയെ കുറിച്ച് ഒരു പദ്യം എഴുതിക്കൊണ്ട് വന്നു, ഒന്ന് അങ്ങയെ സ്തുതിക്കാനായിട്ട് അനുവദിക്കണമെന്ന് പറഞ്ഞു. ആരടുത്ത്? രമണ ഭഗവാനോട്. രമണ ആകട്ടെ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പാടി വന്നപ്പോൾ അദ്ദേഹം മനസ്സിലായി സംഗതി ഇത് കുഴപ്പം പിടിച്ച സാധനം. അദ്ദേഹം ഉടനെ കട്ടിൽ നിന്ന് ഇറങ്ങി ഇവരുടെ പുറകെ വന്നിരുന്നു. ഇവരെ പുറകെ വന്നിരുന്നിട്ട് ചുമ്മാ ഇരുന്നില്ല, ഇവർ പാടുന്ന പാട്ടം കൊണ്ട് പാടാൻ തുടങ്ങി. രമണായ രമണായ ഭഗവാൻ എന്ന് പാടാൻ തുടങ്ങി. അപ്പോൾ ഇവരെ പാട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇയാൾ പാടുന്നയാൾ കണ്ണിൽ നിന്ന് കണ്ണീർ വാർത്താണ് പാടിക്കൊണ്ടിരിക്കുന്നത്. കണ്ണടച്ചത് കൊണ്ട് ഭഗവാൻ അവിടെ നിന്ന് എഴിച്ചു പോയത് അറിഞ്ഞില്ല ഇയാൾ കട്ടില്ലേ. ഒടുവിൽ പാട്ടെല്ലാം നിർത്തി നോക്കിയപ്പോൾ ഭഗവാനെ കാണുന്നില്ല. അയ്യോ ഇതെവിടെ പോയി എന്നായി. അപ്പോൾ കണ്ട പുറകെ നിന്ന് ആരോ വീണ്ടും ഈ രമണായ പാടിക്കൊണ്ടിരിക്കുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഭഗവാൻ അവിടെ ഇരിക്കുന്നു. മനസ്സിലായി എന്തിനാണ് ചെയ്തതെന്ന് അറിയാമോ? ഭഗവാൻ പറഞ്ഞു ആമ നമ്മ എല്ലാം അത് സ്തുതിക്ക വേണ്ടിയത്, ആ രമണനെ സ്തുതിക്ക വേണ്ടിയത്. അപ്പോഴും ഇവർക്ക് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങളല്ലേ സ്വാമിയല്ലേ രമണൻ, പരമാത്മാവിനെ എല്ലാവരും ചേർന്ന് സ്തുതിക്ക വേണ്ടിയത്. ഞാനും നാനും അത് സ്തുതിക്ക വേണ്ടിയതാ. ഈ നിലയിൽ ആ മഹാത്മാവിന് ഇതിൽ റിയാക്ട് ചെയ്യാൻ സാധിച്ചു. എല്ലാവർക്കും പറ്റുമോ സുരേഷ്? പറ്റില്ല. ഇതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. നമ്മളെല്ലാം വിചാരിക്കും എന്താ അങ്ങനെ ഇരിക്കില്ലെന്ന് വിചാരിക്കും. ഇത് കുറച്ചുകൂടെ ഗമയിലൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കും. അത് 2 മാലയിട്ട് 1 മാലയും കൂടെ അഡീഷണൽ ഇട്ട്. സുരേഷ് ഇതുപോലെ അബദ്ധം പറ്റുന്നവരാണ് നമ്മുടെ ലോകത്തിലുള്ള എല്ലാവരും. സ്വാമിമാരെല്ലാം പെട്ട് കിടക്കുകയാണ്. സായിബാബ സ്വാമി, ശ്രീ സ്വാമി ആർക്കും പറ്റിയേക്കില്ല. നമുക്കറിയാവുന്ന പലരും പെട്ട് കിടക്കുകയാണ്. കാരണം അവർക്കിത് അവർ വരുമ്പോൾ ഇങ്ങനെ ആക്ട് ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. അതിന് മനസ്സിലായ കാര്യം വേദാന്താനന്ദ എന്ന് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയണം, അദ്ദേഹത്തിന് ഒരു ഇടയ്ക്ക് ചില പെണ്ണുങ്ങളൊക്കെ പറയുമോ സ്വാമി അങ്ങേ പോലെ ഒരു ഇത്രയും ഗംഭീരമായി ഇതറിയുന്ന ഒരാളിനെ കണ്ടിട്ടില്ല എന്ന് പറയും. സ്വാമി അങ്ങ് പൊങ്ങയല്ലേ, മനസ്സിലായില്ലേ? അത് വരരുത്. അവരോട് പറയണേ ഞാൻ എന്ത് മനസ്സിലാക്കി ഈ പാരാവാരമായിട്ട് കിടക്കുന്ന ഈ വേദത്തിൻ്റെ ഒരു ചെറിയൊരു അംശം പോലും എനിക്ക് മനസ്സിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആളാണ്. നിങ്ങളും അങ്ങനെ തന്നെ പ്രയത്നിച്ചോളൂ എന്ന് ഒരു വാക്ക് പറയാൻ സാധിക്കും എങ്കിൽ രക്ഷപ്പെട്ടു. അല്ലേ പോയി പെട്ട് ഇങ്ങനെയാണ്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഈ കൈവല്യം എന്ന് പറയുന്നത് എന്താണെന്ന് സുരേഷ്, ഉപനിഷത്തിൻ്റെ എല്ലാത്തിനും എസൻസ് ആണ്. ഇത് സത്യം പറഞ്ഞാൽ ഇത് മനസ്സിലാക്കിയ ഒരാൾക്ക് ഗുരുദേവന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ശാസ്ത്രങ്ങളുടെ ആവശ്യമില്ല. 1 by 1 ആയിട്ട് എങ്ങനെ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് പോകും. ഇതിൽ ആരാണോ അതിന് കൂടുതൽ പാരലലായിട്ട് സഞ്ചരിക്കുന്നത് അവർക്ക് ഇതിൻ്റെ ഇതിൻ്റെ താല്പര്യം ഗ്രഹിക്കാനും അങ്ങനെ തന്നെ നിന്ന് വഴി സമാധി അനുഭവം ഉണ്ടാവാനും സാധിക്കും. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ പറഞ്ഞത് മനസ്സിലായെന്നാണ് ഞാൻ കരുതുന്നത്. ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ട് ഇരിക്കുക. ഇവിടെ സ്വാമി പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ മായ എന്ന് പറയുന്നത് തന്നെ പൊയ്യാണെങ്കിൽ അതിൻ്റെ സന്തതികളല്ലേ ഇതെല്ലാം. ആ മായ എന്ന് പറയുന്നത് തന്നെ പിന്നെ ഈ പറയുന്ന പൊയ്യാണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ സന്തതികളായിരിക്കുന്ന ഈ ബ്രഹ്മാണ്ടം അതെങ്ങനെ പൊയ്യാവാതെ? അതാണ് പറഞ്ഞ അപ്പം കോർത്തു വെച്ച് കമ്പേ എലി കൊണ്ടുപോയെങ്കിൽ അപ്പത്തിനെ പറ്റി പറയേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ടാണ് വേദങ്ങളൊന്നും ഈ ലോക വിഷയങ്ങളെ തൊടാത്തത്. അവർ കട്ട് ചെയ്തിരിക്കുന്ന ആ മായയാണ് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. മായ എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രിഗുണങ്ങൾ, ത്രിഗുണാത്മിക മായ. അതിന് 2 പോർഷനായിട്ട് നമ്മളെ പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു മാത്രം. അതിൽ വിദ്യയും അവിദ്യയും ചേർന്നിരിക്കുക. വിദ്യ എന്ന് പറയുന്നത് മൂലപ്രകൃതിയാണ്. അവിദ്യ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏത് ഭാഗത്തിന് 3 ഗുണങ്ങളുണ്ടെങ്കിലും ഈ 3 ഗുണങ്ങളെയും ഈ രജോഗുണ തമോ ഗുണങ്ങളെ അവർ പറയും പിന്നെ അതായത് ഒന്ന് സത്വഗുണം, ശുദ്ധ സത്വഗുണം, മറ്റതിനെ മലിന സത്വഗുണം എന്നാണ് പറയുന്നത്. അല്ല വേറൊന്നുമല്ല. രജോഗുണ തമോ ഗുണങ്ങളെ
രജോ ഗുണം തമോ ഗുണങ്ങളെന്നല്ല പറയുന്നത്, മലിന സത്വഗുണം എന്നാണ് പറയുന്നത്. കാരണം സത്വഗുണമാണ് യഥാർത്ഥത്തിൽ ഉള്ളത്, പക്ഷെ അതിൽ മാലിന്യമായിട്ട് നിൽക്കുന്ന രൂപത്തിൽ അവിദ്യ, അതാണ് മലിന സത്വഗുണം. ഏതൊക്കെ? രജോ ഗുണം തമോ ഗുണങ്ങൾ. ഇതാണ് ജീവന്റെ അവിദ്യ എന്ന് പറയുന്നത്. മറ്റൊരു വിദ്യ അതേതാണ്? ശുദ്ധ സത്വഗുണം. ശുദ്ധ സത്വഗുണം ഇതാണ് ഈശ്വരന്റെ കാരണ ശരീരം. ഈശ്വരന്റെ കാരണ ശരീരമാണ് ശുദ്ധ സത്വഗുണം. ജീവന്റെ കാരണ ശരീരമാണ് മലിന സത്വഗുണം. അതാണ് ഈ ഏതൊക്കെ? രജോ ഗുണം തമോ ഗുണങ്ങൾ. യഥാർത്ഥത്തിൽ ഇതാണ് ഇവരുടെയൊക്കെ പ്രകൃതം. ഈ പ്രകൃതത്തെ വെച്ചുകൊണ്ട് ആദ്യം നമ്മൾ പറഞ്ഞു, ഈ ജീവന്റെ മലിന സത്വഗുണം ആണ് നമുക്ക് നിഷിദ്ധം എന്നുള്ള രീതിയിൽ നമ്മൾ ജീവോപാധികളെ നേതി ചെയ്ത് ശുദ്ധമായിരിക്കുന്ന ആ കൂടസ്ഥ ദർശനം വന്നിരിക്കുന്ന ഒരാൾ. ഇതാണ് അഖണ്ഡാകാര വൃത്തിയിലൂടെ അയാൾക്ക് സാധിച്ചത്. ഇപ്പോഴും നമ്മൾ എവിടെ എത്തി സുരേഷ്? സത്വഗുണം നിൽക്കുകയാണ് ഇപ്പോഴും. കാരണം രജഗുണം തമോഗുണം അവിദ്യ പോയതേ ഉള്ളൂ. ബാക്കി മായയുടെ ഒരംശം, വലിയ അംശം നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വിദേഹമുക്തി പര്യന്തം ഈ ഗുണങ്ങൾ ഇതിൽ പോവില്ല. ഇതിൽ അവർ പറയുന്നത് ഈ സത്വഗുണം മിഞ്ചും. വിദേഹമുക്തിയോടുകൂടി മാത്രമേ അതും ഇല്ലാതാവുള്ളൂ. പരിപൂർണ മുക്തിയാണ് വിദേഹമുക്തിയായിട്ട് പറയുന്നത്. അതുവരെയുള്ള മുക്തിയെ ജീവൻ മുക്തി എന്ന് പറയും. പക്ഷെ ജീവൻ മുക്തി ഇതിൻ്റെ ഫലവും ഇത് അവാന്തര ഫലവുമായിട്ട് പറയും. യഥാർത്ഥത്തിൽ പരിപൂർണ മുക്തി എന്ന് പറഞ്ഞ വിദേഹമുക്തി തന്നെയാണ്. അത് ചിലർക്ക് ചില തടസ്സങ്ങൾ കൊണ്ട് ആ പരിപൂർണത വരണമെന്നില്ല. പക്ഷേ അടുത്ത ജന്മം വന്ന് അടിച്ചോണ്ട് പോയിക്കളെ, ആരും അറിയാതെ. ഇങ്ങനെയൊക്കെയാണ് വസ്തുക്കളെല്ലാം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മായ എന്നത് പൊയ്യനിൽ, ഈ മായ എന്ന് പറയുന്നത് തന്നെ ഈ ത്രിഗുണാത്മികയായിട്ട് പറയുന്നത് തന്നെ പൊയ്യാണെങ്കിൽ അത് പെറ്റ വകയാണല്ലോ ഇതല്ല. ഈ ഭൂതഭൗതിക പ്രപഞ്ചം, ഈ ബ്രഹ്മാണ്ടം, ഈ ശരീരാദികൾ, ഈ മനസ്സ്, ഈ ബുദ്ധി, ഈ ചിത്തം, ഇതെല്ലാം അതിന്റെ പ്രോഡക്റ്റ്സ് ആണ്. ഇതിനെ നമുക്ക് പ്രത്യേകിച്ച് വിദ്യ എന്ന് പറയണോ? അല്ല, മായ എന്നത് പൊയ്യനില്ല. ഇതിന് കാരണമായിരിക്കുന്ന മായ തന്നെ പൊയ്യാണെങ്കിൽ ഇതിന്റെ വകയായിരിക്കുന്ന ഇതെല്ലാം പൊയ്യെന്ന് പറയേണ്ട കാര്യമുണ്ടോ? അതിനവർ ചോദിക്കുന്നു, തായ എൻ്റെ മക്കൾക്ക് ഒരു പിറവിയും ജാതിയും വേറുണ്ട്. ഒരു അമ്മയിൽ നിന്ന് ജനിക്കുന്ന കുട്ടിക്ക് ആ പിറവി ആരിൽ നിന്ന്? അമ്മയിൽ നിന്നല്ലേ. ജാതി ഏതിൽ നിന്ന്? ആ അമ്മയിൽ നിന്ന് തന്നെ ജാതിയും വരും. ഗുണമോ? എല്ലാ അമ്മയിൽ നിന്ന് തന്നെ വരും. പക്ഷെ ഇവിടെ പറയുന്നു, ഈ അമ്മയെന്ന് പറയുന്നത് എനിക്ക് ഇല്ലാത്തതെങ്കിലും എന്നുള്ള ഒരു കാര്യം ഇവിടെ വരുമ്പോൾ അതിനെപ്പറ്റി എന്ത് പറയാനില്ല. പോട്ടെ, സ്വപ്നത്തിൽ എനിക്കൊരു ലോട്ടറി അടിച്ചു, നിധി കിട്ടി, ഞാൻ ഈ പകൽ ജാഗ്രത വന്നിട്ട് അത് കൊട്ടിഘോഷിച്ച് പറഞ്ഞ് അത് ആനന്ദിക്കും. ആരെങ്കിലും ആനന്ദിക്കും? അവരപ്പോഴും തന്നെ അറിയുമോ? വെറുതെ അതിപ്പോ പറയേണ്ട കാര്യം പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു സത്യത്വം അതിലുണ്ടാവും. ഒരു സത്യത്വം ഇല്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് എന്ത് ഗുണം? പ്രയോജനം എന്തോ? ഒരു പ്രയോജനമില്ല. അതാണ് മഹത്തുക്കളെല്ലാം ഇതെല്ലാം കൈവിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞത്. കാരണം ഇതിൽ ഒരു പ്രയോജനവുമില്ല. സമയം വെറുതെ കളയാവുന്നതല്ലാതെ തനിക്കും മറ്റാളുകൾക്കും പ്രയോജനമില്ലാത്ത ഈ സ്വഭാവത്തെ അവർ മാറ്റിക്കളഞ്ഞു. ഇത്രയേ ഉള്ളൂ. തനിക്ക് മാത്രമല്ല, മറ്റാളുകൾക്കും പ്രശ്നമാണ്. ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, വകയെല്ലാം എന്നത് മഹത്തത്വം, അഹങ്കാരതത്വം, പഞ്ചതന്മാത്രാദി രൂപങ്ങളായ ജഗത്ത് മുഴുവനും. അമ്മ മാനാണെങ്കിൽ അത് പ്രസവിച്ച കുട്ടി മാൻകുട്ടിയായിരിക്കും. അതുപോലെ ആനക്കുട്ടിയെയും പുലിക്കുട്ടിയെയും പ്രസവിക്കും. ഇങ്ങനെയാണ് പ്രപഞ്ചത്തിൽ കാണുന്നത്. അതിനാൽ തായ എൻ്റെ മക്കൾക്കൊരു പിറവിയും ജാതിയും വേറുണ്ടോ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനാൽ ദുഃഖനിവൃത്തിയെ ഇച്ഛിക്കുന്ന നീ കാഞ്ചന വ്യതിരിക്തമായ കടകമകുടാദി ഭൂഷണങ്ങൾ ഇല്ലാത്തതുപോലെ വ്യത്യസ്തമായ ജഗത്ത് അധിഷ്ഠാന വ്യതിരിക്തമായി ഇല്ലെന്ന് നിശ്ചയിച്ച് ജഗത്തെന്ന വാസനയെ ഒഴിച്ചിരിക്കുക. ചൊർക്കമും നരകമും നന്മയും തീമയും പാരാമൽ എന്ന് പറഞ്ഞത് തൂവ എന്നത് പ്രപഞ്ചത്തിന് അധിഷ്ഠാനമായിരിക്കുന്ന ലക്ഷ്യാർത്ഥ പൊരുളായ തന്നെ കാണിച്ചിരിക്കുന്നത്.
പൊയ്യിലുറക്കവും മെയ്യിൽ വിഴുപ്പുമായി ഇരു என்பതാം. ഇതാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത് സ്വാമി. ഇത് പറഞ്ഞ് തന്നത് ഇതാണ്: മലടി മൈന്ദനും താണുകൾ പുരുടനും വാൻമലർ ചൂടി ഇലക കന്ദർപ്പ നഗരിലെ ചുത്തികൈ ഇരതം വിലപ്പേശി കലകമായിന മുയൽക്കൊമ്പിനാൽ ഇരുവരും മാണ്ടാർ കുത്തി ഇരുവരും മാണ്ടാർ. ഇതാണ് കഥ. ഈ കഥയെ പറ്റി പറഞ്ഞിട്ട് പറഞ്ഞു ഇതിനെ അറിന്തവൻ മയങ്കാതെ എന്ന്. ഇതാണ് ഇതിൻ്റെ അടിത്തറ. അപ്പൊ അതിനെ തുടർന്ന് സ്വാമി പറയുകയാണ്, യഥാർത്ഥത്തിൽ ഈ മായ എന്ന് പറയുന്നത് തന്നെ വിദ്യയാണെങ്കിൽ അത് പെറ്റതാണിതല്ല. ഈ ഭൗതിക പ്രപഞ്ചമില്ല. നമ്മുടെ ശരീരം ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ്. അതെങ്ങനെയാണ് സുരേഷ്? പഞ്ചഭൂതമയമാണ്. മനസ്സിലായി? ആ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ ശരീരം, ഈ മനസ്സ്, ഈ ബുദ്ധി, ഇതെല്ലാം എങ്ങനെ സത്യം എന്ന് പറയാൻ പറ്റും? ഏത് അസത്യമെങ്കിൽ അമ്മയില്ലാതെ കുട്ടിയുണ്ടാവോ? അവർ പറയുന്നു മാന് പ്രസവിച്ച മാൻകുട്ടി, ആന പ്രസവിക്കുന്നത് ആനക്കുട്ടി, എല്ലാം അതിൻ്റെതായ ഇതിനെ പ്രസവിക്കുമെന്നല്ലാതെ അതിൽ നിന്ന് വേറിട്ട ഒരു ഇനത്തിനെ അത് പ്രസവിക്കില്ല. അതുകൊണ്ടാണ് ആ മിഥ്യയായിരിക്കുന്ന അമ്മ പെറ്റാൽ മിഥ്യയായിരിക്കുന്ന കുട്ടി. അമ്മ തന്നെ മിഥ്യയെങ്കിൽ കുട്ടി സത്യമായിരിക്കും. ഇതാണ് അവർ ചോദിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ വിചാരം ഉണ്ടാവും. ഇതിന് നല്ല വിചാരം ഉണ്ടാകുമ്പോൾ മനസ്സ് സ്വാഭാവികമായിട്ട് തന്നെ ഇതൊക്കെ വിട്ടിട്ട് ആ സമാധിയിലേക്ക് ഇത് പോകും. നമ്മുടെ ഉദ്ദേശം ഇതാണ്. ചിന്മയ സ്വാമികളുടെ അഭിപ്രായം ഇതാണ്. വളരെ കർക്കശമായിട്ടൊന്നും ഇരിക്കേണ്ട, നല്ല വിചാരം ചെയ്ത് അങ്ങനെ ഇരുന്നാൽ മതി. നമ്മളൊന്നും അതിലെടുത്ത് പിടിച്ച് ആക്ട് ചെയ്ത് കൊണ്ടുവരണ്ട. ഈ വിചാരത്തിനെ തുടർന്ന് ഈ സമാധി ഇതിൽ വരും. അതിന് നിങ്ങൾ ചിലപ്പോൾ കുറച്ച് കാലം കാത്തിരിക്കേണ്ടി വരും. ചെറിയ ചില പ്രാരബ്ധങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഒഴിയണം. മനസ്സിലായി? ആ പ്രാരബ്ധമൊക്കെ ഒന്ന് ഒഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഒരു എന്തെങ്കിലും പ്രവൃത്തി കൊണ്ട് വന്നതല്ലെന്ന് ആദ്യമേ നമുക്ക് പറഞ്ഞു തന്നു. തൻ്റെ സ്വരൂപം പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്, പക്ഷെ അതറിയുന്നില്ല എന്നൊരു മയക്കം. അതിന് കാരണമാണ് പറയുന്നത് ഈ ആവരണമാണ് ഇതിനെ മറച്ചിരിക്കുന്നത്. ഈ ആവരണം എന്ന ഈ മായാവരണം തന്നെ. ഈ മായയെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? ഈ മായയെപ്പറ്റി വിശദമായി അറിഞ്ഞ ഒരാൾക്ക് ഈ ആവരണം നശിക്കും. കാരണം ഇതിലെന്തെങ്കിലും ഇപ്പൊ സ്വപ്നത്തിൽ പുലി കടിച്ചതിന് ജാഗ്രതയിൽ വന്നിട്ട് ചികിത്സ ആവശ്യമുണ്ടോ സുരേഷ്? യഥാർത്ഥത്തിൽ പുലി കടിച്ചിട്ടില്ല എന്ന് അറിയുമ്പോൾ തന്നെ അതിന് ചികിത്സയ്ക്കൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നറിയുന്ന ജ്ഞാനിയെ സംബന്ധിച്ച് അവർക്ക് പിന്നെ ഒന്നിൻ്റെ ആവശ്യവുമില്ല. പിന്നെ അവരെങ്ങനെ നിൽക്കും? അവരെപ്പോഴും ആ തൂയ സത്യചിത്താനന്ദ വടിവമായിരിപ്പായി അതുപോലെ ഇരിക്കും. എപ്പോഴും അവരെങ്ങനെ തന്നെ ഇരിക്കും. അപ്പം നമ്മൾ വിചാരിക്കുക അങ്ങനെ ഒരു വലിയ പ്രത്യേകത ഉള്ള ഒരു കാര്യമായിരിക്കും. അങ്ങനെയല്ല. ഇത് സ്വാഭാവികമായ ബലപ്പെടുത്താൻ വിട്ടാൽ ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. ഒരിക്കൽ ഒരു സ്വാമി ഒരു പരീക്ഷണം ചെയ്ത കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്വാമിയുടെ പേര് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ ശിക്ഷപ്പെടാൻ പലരും വരും. അപ്പോൾ അവരോടൊക്കെ പറയും, നീ എല്ലാം വിട്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു അപ്പോൾ ഒരു വിദ്വാൻ ഒരിക്കൽ വരെയാണ്. അയാൾ വന്നിട്ട് സ്വാമി ചോദിച്ചു, എവിടുന്നാ വരുന്നത്? അത് ഇന്ന സ്ഥലത്തു നിന്നാണ്. ശരി, എന്താ ഇവിടെ വന്നത്? അത് സ്വാമിയുടെ ശിക്ഷപ്പെടാനാണ് വന്നത്. അപ്പോൾ സ്വാമി ചോദിക്കും, നീ എല്ലാം വിട്ടോ? അപ്പോൾ പറഞ്ഞു, വിട്ടു സ്വാമി. അല്ലല്ല, വിട്ടു എന്നല്ല. ആദ്യം പറഞ്ഞു, ഇല്ല സ്വാമി, ഒരു അല്പം കൂടെ വിടാൻ. അന്ന് പോയാൽ അതിനെ വിട്ടിട്ടേക്ക് പോരും. അങ്ങനെ ഇപ്പം പോയി കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു 2 മാസം കൊണ്ട് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അപ്പോൾ സ്വാമി ചോദിച്ചു, എന്തായി? എല്ലാം വിട്ടോ? നീ വിട്ടു സ്വാമി, വിട്ടു. ഓഹോ, എന്നാ വരുമെന്ന് പറഞ്ഞു. നേരെ വന്നിട്ട് സ്വാമി പറഞ്ഞ ഒരു തെങ്ങ് കാണിച്ചു കൊടുത്തു. അതിന് കയറാൻ പറഞ്ഞു. അത് ഭയങ്കര കൊന്ന തെങ്ങാണ്. അവനാണെങ്കിൽ തെങ്ങിലൊന്നും കയറി പരിചയമുള്ള ആളല്ല. നെഞ്ചൊക്കെ ഉരച്ച് കയറി ഒറ്റ മോളിൽ ചെന്നപ്പോൾ സ്വാമി പറഞ്ഞു, എടോ താൻ ഇരിക്കുന്ന അവിടെ നിന്ന് ഒരു ഓല കണ്ടോ? ഓല അങ്ങോട്ട് വളഞ്ഞിരിക്കുന്ന ഒരു ഓല കണ്ടോ സ്വാമി? പിടിക്കടോ തന്നെ എന്ന് പറഞ്ഞു. ഇവിടെ നിന്നുകൊണ്ട് പുറത്തു കിടന്ന് വിളിക്കുകയാണ് സ്വാമി. അപ്പൊ ഇവന് കൈവിടാൻ പേടി. എന്നാലും അതിൽ കയറി പിടിച്ച് അള്ളി ഇങ്ങനെ നിൽക്കുകയാണ് കുറെ ഇങ്ങനെ വെപ്രാളപ്പെട്ട്. അപ്പൊ സ്വാമി ചോദിച്ചേടോ,
ഓല താൻ പിടിച്ചിരിക്കുകയാണോ, ഓല തന്നെ പിടിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് ഞാനാണ് ഓല പിടിച്ചിരിക്കുന്ന സ്വാമി. വിടടോ എന്ന് പറഞ്ഞു. വിടടോ പറഞ്ഞാൽ കൽപ്പനയാണ്, കൽപ്പന. വിട്ടു. ടപ്പെന്ന് താഴെ വന്നു. ഓല വിട്ട് കഴിഞ്ഞാൽ എന്താ മതിയ നേരെ വന്നു. പക്ഷേ അവിടെ ഒരു തടാകം പോലെ എന്തോ ആയിരുന്നു പറഞ്ഞത്. പക്ഷെ ഇതിലോട്ട് വീണ് പിന്നെ ഇയാളെ കണ്ടില്ല. ഇയാൾ അടിയിൽ അങ്ങ് പോയി. പക്ഷെ കരയിൽ ഇതിനു മുമ്പേ വിട്ടു വന്നിരിക്കുന്ന ശിഷ്യന്മാരുണ്ടായിരുന്നു കുറേ പേര്. അവരെല്ലാം നിലവിളി തുടങ്ങി. സ്വാമി കഷ്ടമായി പോയി സ്വാമി. സ്വാമി അയാളുടെ അവസ്ഥ എന്തായിരിക്കും സ്വാമി? സ്വാമി അതിന് ശേഷം സ്വാമി വിട്ടണമില്ല. സ്വാമി നിർവേൽപ്പിതമാതിരായിപ്പോയി ഇവിടെ കരയിൽ. ഇവർ വളർന്ന് നിലവിളിക്കുക, ആ കുളത്തിൽ പോയി നോക്കുകയും അവിടെ പോയി നോക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇവർ നിൽക്കുകയാണ്. ഇവര് കഴിഞ്ഞപ്പോഴാണോ ഈ വിദ്വാൻ അവിടെ നിന്ന് കരയിൽ കയറി നേരെ വന്ന് സ്വാമിയുടെ അടുത്ത് വന്ന് സ്വാമിക്ക് ദീർഘ നമസ്കാരം ചെയ്തിട്ട് പറയണം, സ്വാമി അങ്ങനെ അനുഗ്രഹിച്ചു. കാരണം അടിയിലുണ്ടായിരുന്ന ഇദ്ദേഹം നേരെ ചെന്നത് അദ്ദേഹത്തിന് സവിധത്തിലാണ് എന്ന് കാര്യങ്ങൾ മനസ്സിലായി. വിടാൻ പറഞ്ഞതിൻ്റെ രഹസ്യം മനസ്സിലായി. ഇതാണ് വിടുന്നത്, ഇങ്ങനെയാണ് വിടുന്നത്. പേടിച്ചിട്ട് കാര്യമില്ല. വിടാൻ പറഞ്ഞാൽ വിട്ടോളണം. ഇതുപോലെ വിട്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇത്രയാണ് ചോദ്യം. അവസാനം അവർക്ക് മറ്റേ കരയിൽ നിന്ന ശിഷ്യന്മാരെല്ലാം അതിശയിച്ചു പോയി. ഇതെങ്ങനെ സ്വാമി അവിടെ ആയിരുന്നു ഇവിടെ ആയിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് സ്വാമിക്ക് എന്തുകൊണ്ടും ചെയ്യാമല്ലോ. കാരണം അവിടെ അനുഗ്രഹിക്കാൻ വേണ്ടി തന്നെ അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം പാദത്തിൽ വന്ന് നമസ്കരിച്ച് കിടന്നു, തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു, ബ്രഹ്മോപദേശം ചെയ്തു. ഞാനില്ല. അപ്പോൾ ഇതിന് എത്ര സമയം എടുത്തു അജയ? കാരണം എന്താണ്? വിടാൻ പറഞ്ഞപ്പോൾ വിട്ടു എന്നുള്ളതാണ് അവൻ്റെ ഒരു പ്രത്യേകത. നമ്മളൊക്കെ പറയുന്നത് ഈ മായ കാര്യങ്ങളൊക്കെ നീ പിടിച്ചു വെച്ചോണ്ടിരിക്കണ്ട, നീ അത് വിടൂ. നീ വിട്ടു കഴിഞ്ഞാൽ നീ എവിടെ വീഴും, എവിടെ പോയി നിൽക്കും? നീ ബ്രഹ്മത്തില. നീ എവിടെ നിൽക്കുന്ന അവിടെ തന്നെ ഇരിക്കും. വിട്ടതെല്ലാം അങ്ങ് പോവുകയും ചെയ്യും. ഇതാ ഇപ്പൊ ഈ രൂപത്തില് സ്വാമി പറഞ്ഞൊരു കഥ പറഞ്ഞു പറയണം. പൊയ്യിലുറക്കവും മെയിൽ വിഴുപ്പുമായിരു. അർത്ഥം എന്തിനാണ്? പൊയ്യെന്ന് വെച്ചാൽ ഈ കഥയില്ലാത്ത കാര്യങ്ങളാണ് പൊയ് എന്ന് പറഞ്ഞാൽ മിഥ്യാകാര്യങ്ങൾ. ഈ മിഥ്യാകാര്യങ്ങളിൽ എങ്ങനെ ഇരിക്കണമെന്ന് സ്വാമി പറയണം. ഈ മിഥ്യാകാര്യങ്ങളിൽ ഉറങ്ങുന്ന ആളെ പോലെ മെയ്യിൽ വിഴുപ്പുമായിരുന്നു വെച്ചാൽ, എന്നാൽ ഈ പരമാർത്ഥത്തിന് വളരെ ഉറ്റുനോക്കി ബോധപൂർവ്വം ശ്രദ്ധയോടുകൂടി നിൽക്കുന്നതിനുമായിരിക്കും ഒരു ബഹുഷു. പൊയ്യിലുറക്കവും മെയ്യിൽ വിഴുപ്പുമായത് ഒരു ചൊല്ലാണ്. പൊയ്യിലുറക്കം, പൊയ്യെന്ന് വെച്ചാൽ ലോകകാര്യങ്ങളിൽ നമ്മൾ എങ്ങനെ ഇരിക്കണം? ഉറങ്ങിക്കൊണ്ടിരിക്കണം. എന്നാൽ മെയ്യിലോ ഈ ജ്ഞാനകാര്യങ്ങൾ, ഈ തത്വകാര്യങ്ങളിലെല്ലാം വരുമ്പം വളരെയധികം വിജിലൻ്റ് ആയിട്ട് നിൽക്കണം. ഇതാണ് പറഞ്ഞത്. സാധാരണ ഇപ്പോഴെങ്ങനെയാണ് എല്ലാവരും? തിരിച്ചാണ്. ലോകകാര്യങ്ങളിൽ വലിയ ശ്രദ്ധയും അപ്പോഴൊരു ക്ഷീണമില്ല, സമയം പോണെന്നറിയില്ല. അല്ല സ്വാമി, മറ്റേതിൽ അങ്ങനെ മറ്റേതിലാകുമ്പോയോ അത് പല 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 പ്രശ്നങ്ങളാണ് പിന്നെ വരുന്നത്. ഇതാണ് വിപരീതമായി പോയെന്ന് പറഞ്ഞത്. ഇതാണ് വിപരീതം. ഇത് നമ്മൾ ജന്മാന്തരങ്ങളായി ശീലിച്ചിങ്ങനെ വന്നിരിക്കുകയാണ്. ഇതിന്റെ കട അറക്കുന്ന പണിയാണ് ഈ ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? കടയ്ക്ക് കത്തി വെച്ചിരിക്കുകയാണ്. കടയ്ക്കുമല്ല, ആരായ പേരിൽ തന്നെ കത്തി വെച്ചിരിക്കുകയാണ്. ഏത്? ഇതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ശുദ്ധാത്മാക്കളെന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, ഈ ലോക തത്വത്തെ വിദ്യ എന്ന് ഉണർന്നവരെയാണ് പറയുന്നത് ശുദ്ധാത്മാക്കൾ. അവർക്ക് എന്താണ് സുരേഷ് പ്രത്യേകത? ഒരു പ്രത്യേകതയില്ല സുരേഷ്, ഒരു പ്രത്യേകതയില്ല. പക്ഷെ ഒരു ആനന്ദത്തിലാണ് ഇരിക്കുന്നത്. ഒരു ഉള്ളില് അവരനുഭവിക്കുന്ന അവർ വെളി പറയാൻ സാധിക്കാത്ത ഒരു അലൗകികമായ ഒരു ആനന്ദമുണ്ട്. അത് വെളി പറയാൻ പറ്റില്ല. ഇനി പറഞ്ഞാലും ആരും അംഗീകരിച്ചു കൊടുക്കില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അതവർ വെളി പറയാൻ കൂട്ടാക്കാറില്ല. ഇങ്ങനെയാണ് അവരുടെ ജീവിതമേ ഇങ്ങനെയാണ്. ഇത് വേണ്ടതെന്ന് ചോദിക്കുകയാണ് സ്വാമി. ഈ ഒരു അനുഭവം നിനക്കും നിന്റെ ജീവിതം കൊണ്ട് നേടണ്ടേ? അത് ചോദിക്കും. ഏതോ ഒരു ഗ്രന്ഥം വായിച്ചപ്പോൾ അതിന് കിട്ടിയതാണ്. ഈ എത്രയോ തരം സുഖങ്ങൾ ഒരു പുരുഷൻ അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള സുഖങ്ങൾ. എന്നാൽ യഥാർത്ഥത്തിൽ അനുഭവിക്കേണ്ട സുഖം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ലക്ഷ്യം. അനുഭവിക്കേണ്ടതെന്നൊക്കെ പറയുന്നത് ലൗകിക ഭാഷയിലാണ്.
ഈ സുഖം തന്നെ സ്വരൂപമായിരിക്കുന്ന ഒരു നില നിനക്കുണ്ട്. ഈ സുഖം തന്നെ സ്വരൂപമായി വരും. അനുഭവിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിന്റെ ആവശ്യം വേണം. ഇവിടെ മനസ്സ് വേണ്ട. ഇത് കേവലം സുഖസ്വരൂപമായിട്ട് ആത്മാവ് വിളങ്ങുന്നു എന്ന് ജ്ഞാനികൾ ഇരിക്കുന്നു. നിർവികൽപ്പത്തിൽ അങ്ങനെ ഇരിക്കുന്നു. അവർക്ക് വിഷയവും ഇല്ല, ഒരു ദുഃഖവും ഇല്ല. ഇങ്ങനെ എത്ര നേരം ഇരിക്കുന്നു. വ്യവഹരിക്കുമ്പോഴും അങ്ങനെ തന്നെ അവരിയ്ക്കുന്നു. ഇബ്ബൻ സ്വാമികളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ വ്യവഹാരം എന്ന് പറഞ്ഞാൽ അവർക്ക് വ്യവഹാരമേ അല്ല. വ്യവഹാരത്തിൽ എന്താണ് വലിയ പ്രശ്നം? നമ്മൾ ലാഭനഷ്ടങ്ങൾ നോക്കുന്നതാണ് പ്രശ്നം. അതായത് അതാണ് കാമ്യം എന്ന് പറയുന്നത്. ഈ കാമ്യമില്ലാതെ നിഷ്കാമ്യമായിട്ടൊരു വ്യവഹാരത്തിന് ദോഷമുണ്ടോ? ഇത് ആശ്രമം കെട്ടുന്നത് ആർക്ക് വേണ്ടി? തനിക്ക് കുടുംബത്തിനോ? അല്ല. അത് എത്രയോ ഭക്തന്മാർക്ക്, എത്രയോ മുമുക്ഷുക്കൾക്ക് ഇതൊരു പ്രയോജനമായി ഭവിക്കട്ടെ എന്നുള്ള പരമേശ്വരന്റെ സ്വാമിയുടെ ഒരു ഇതല്ലേ, ഒരു സങ്കല്പമല്ലേ ഇത്, അല്ലേ? പക്ഷെ അദ്ദേഹത്തിന്റെ സങ്കല്പം തന്നെ ചില ആളുകളിൽ ആദേശിക്കും, അല്ലേ? അങ്ങനെയല്ലേ? ഇവിടെ വന്ന് മാധവാനന്ദ സ്വാമിയിൽ അത് ആദേശിച്ചു. സ്വാമി ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു. സമാധിയുടെ തലേ ദിവസം അദ്ദേഹം വിളിച്ചു പറയുണ്ടായി, ആരും അറിയുന്നില്ല ഇതിന്റെ മഹത്വത്തെ പറ്റി. ഇതെല്ലാം കളഞ്ഞിട്ടല്ലേ ഓരോരുത്തരും നടക്കണമെന്നൊക്കെ. എന്ന് വെച്ചാലേ അവർക്ക് അങ്ങനെ ഒരു ആദേശം ഉണ്ടാവുമ്പോഴേ ഇതിന്റെ ആ ദിവ്യത്വത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു അവാക് മനസ്സ്, അഗോചരമായിരിക്കുന്ന ബ്രഹ്മത്തെ പറ്റി ഇതിന് പറയാൻ പറ്റും. അവർ അതിശയമായിട്ട് ഇതിനെപ്പറ്റി പറയും. ആ ആദേശം അദ്ദേഹത്തിനുണ്ടായി. അത് കഴിഞ്ഞ് നമ്മുടെ ചിന്മയാനന്ദ സ്വാമിക്ക് ഇതേ ആദേശം തന്നെ ഉണ്ടായി. ഇവിടെ നമസ്കരിക്കുന്ന സമയത്ത് അനുഗ്രഹിച്ചത് നമ്മുടെ ഇവിടുത്തെ രാമഭദ്രാനന്ദ സ്വാമി എന്ന് അദ്ദേഹം തോന്നിയെങ്കിലും അല്ല, അത് സാക്ഷാൽ പരമേശ്വരാനന്ദ സ്വാമി തന്നെ അനുഗ്രഹിച്ചതാണ്. കാരണം അറിയാമോ, അവരുടെ സങ്കല്പം ഇവിടെ നിലനിന്ന് പോരണം. ഈ ആശ്രമത്തില് ഇത് നാൾക്കുനാൾ ഇത് അഭിവൃദ്ധിപ്പെടണം. ഇതിന് ധാരാളം ആളുകൾക്ക് പ്രയോജനകരമായി തീരണം. ഇതെല്ലാം അവരുടെ സങ്കല്പമാണ്. ആ സങ്കല്പം ഇന്നലെ നാളെ അത് അങ്ങനെ തന്നെ പോവുള്ളൂ. വേറെ ഒരു തരത്തിലും ഇത് മാറ്റി മറിക്കാൻ പറ്റില്ല. മനസ്സിലാക്കും. പകലുറക്കവും മെയിൽ വിഴുപ്പുമായിരുന്നു. ഇതെപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു ആപ്തവാക്യവും. എപ്പോഴും ലോക കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ അതിന് ഉദാസീനതയാണ്. എന്നാൽ ഈ ഈശ്വര കാര്യങ്ങളിൽ അത് ഉദാസീനത പാടില്ല. ഇത് വളരെ വിജിലൻ്റ് ആയിരിക്കും, വളരെ ശ്രദ്ധാലുവായിരിക്കണം. തിരിച്ച് ഈശ്വര കാര്യത്തിൽ ശ്രദ്ധാലുവും ലോകകാര്യങ്ങളിൽ ഉദാസീനനുമായി തീരട്ടെ എന്ന് നമ്മൾ തന്നെ സങ്കല്പിച്ചു. മനസ്സിലായോ? ഇപ്പൊ ലോകകാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിന് വലിയ താല്പര്യമില്ല. ചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞതിന് ഭാവമായിട്ട് ഇതൊന്നും കേൾക്കുന്നതിൽ ഒരു താല്പര്യവും പാടില്ല. കാര്യം വേറൊന്നുമല്ല, ഇത് ഈ ലോകത്ത് എന്ത് നടക്കില്ല? ഈ മായാ സൃഷ്ടിയിൽ ഇത് നടക്കാത്തത് എന്ത്? എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ അജയ? ഈ ലോകത്ത് നടക്കുന്നതിനെ പറ്റി എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ? പക്ഷെ ഇതെല്ലാം എങ്ങനെയാണ്? മലടി പ്രസവിച്ച മകന്റെ കഥ പറഞ്ഞ പോലെ ഉള്ളൂ. ഈ രൂപത്തിൽ ആർക്കാണോ ഇതിനെ എടുക്കാൻ സാധിച്ചത് അവരുണ്ടല്ലോ ഇതിൽ കയറി വരും. മറ്റവർക്കെല്ലാം പ്രശ്നങ്ങൾ വരും. കാരണം നമ്മൾ ഏതൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. മായയ്ക്കാണോ ചൈതന്യത്തിനാണോ? ആ ചൈതന്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ ഈ മായാ കാര്യങ്ങളെ നമ്മൾ വിദ്യയായിട്ട് തന്നെ അംഗീകരിക്കുകയും അതിൽ അത്രത്തോളം ശ്രദ്ധ വെക്കാതെ ഇരിക്കും. ഇതിങ്ങനെ പൊയ്ക്കോളൂ, ഇതങ്ങനെ തന്നെ പോകും. ഇത് എങ്ങനെയാണോ പോകേണ്ടത് അതുപോലെ പോകും. അതൊക്കെ ഈശ്വരൻ നോക്കിക്കോളൂ എന്നുള്ള ചിലരുടെ കണ്ടീഷൻസ് അതാണ്. അവർ പറയാം അതൊക്കെ നോക്കണം, ഈശ്വരൻ നോക്കിക്കോളൂ. നമുക്കതിന് സമയവുമില്ല. നമ്മളതിൽ കറക്റ്റ് ചെയ്യാൻ നമ്മളാളുമല്ല കേട്ടോ, ഉള്ളത് പറയാം. നമ്മളാളല്ല, ഇതെല്ലാം ഭഗവാന്റെ കാര്യങ്ങളാണ് എന്ന് നമ്മൾ നിശ്ചയിച്ചൊക്കെ വിട്ടുകളഞ്ഞാൽ മതി. പൊയ്യിലുറക്കവും മെയിൽ വിഴുപ്പമായൊരു ഉപദേശം നമുക്ക് സ്വാമി തന്നു. 91 പദ്യത്തില് പങ്കയാതിനൻ മുതൽ പല ദേവരും പാരുള പെരിയോരും കങ്കയാതിയാം തീർത്ഥവും കാലവും മറൈ നാലും അങ്കമാറും മന്ദിരങ്ങളും തവങ്ങളും അചത്യമെന ചൊന്നാൽ എങ്കനായകനെ അതற்கு കുറ്റമില്ലയോ മൊഴിയില്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുക. ഇപ്പോൾ പറയുമ്പോൾ ഇതെല്ലാം വിദ്യ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ സ്വാമി
പങ്കയാചനൻ മുതൽ പല ദേവരും, പങ്കയാചനൻ എന്ന് വെച്ചാൽ ബ്രഹ്മാവും, പാലുള്ള പെരിയോരും കങ്കയാദിയാം തീർത്ഥവും കാലവും മറൈനാലും അങ്കമാറും മന്ദിരങ്ങൾ തവങ്ങൾ അവങ്ങളും അജത്യമെന ചൊന്നാൽ എങ്ക നായകനെ അതற்கு കുറ്റമില്ലയോ മൊഴിയിലെ. പങ്കയാചന മുതൽ പല ദേവരും, ബ്രഹ്മാവ് മുതൽ പല ദേവന്മാരും, പാലുള്ള പെരിയോരും, ഭൂമിയിലുള്ള മഹത്തുക്കളും, കങ്കയാദിയം തീർത്ഥവും, ഗംഗ മുതലായ പുണ്യ തീർത്ഥങ്ങളും, ദേശവും, കുരുക്ഷേത്രം മുതലായ പുണ്യദേശങ്ങളും, കാലവും, അർത്ഥോദയം മഹോദയം മുതലായ പുണ്യകാലങ്ങളും, മറൈനാലും, ഇർക്ക് മുതലായ 4 വേദങ്ങളും, അങ്കമാറും 6 ശാസ്ത്രങ്ങളും, മന്ദിരങ്ങളും, പഞ്ചാക്ഷരം മുതലായ മന്ത്രങ്ങളും, തവങ്ങളും, ക്ലിത്ര ചാന്ദ്രായണാദി തപസ്സുകളും, അസത്യമെന്ന് ചൊന്നാൽ മിഥ്യെന്ന് പറയുകയാണെങ്കിൽ എങ്ക നായകനെ, ഞങ്ങളുടെ ദൈവമായിരിക്കുന്ന അല്ലയോ ഗുരുവേ, തങ്ങൾക്ക് ഊർജ്ജഗതി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ വഴിപാട് ചെയ്ത് ഉണ്ടാക്കിയ പാപമകന്ന് പരഗതി അടയുന്നതിനു കാരണമായിരിക്കുന്ന ശ്രുതി സിദ്ധാന്തമായുള്ള ഉയർവുള്ള പ്രപഞ്ചത്തെ പൊയ്യെന്ന് പറയുന്നത് കൊണ്ട് ദോഷമുണ്ടാകില്ലയോ? ഇതിൻ്റെ വാസ്തവസ്ഥിതിയെ പറഞ്ഞു തരയണം. നല്ല ന്യായമായ ചോദ്യങ്ങളാണ് സുരേഷ്. ഇതൊക്കെ ഇങ്ങനെ വിദ്യ എന്ന് പറഞ്ഞ് തള്ളിയങ്ങ് കളഞ്ഞ് കൈ കഴുകി നിൽക്കാൻ എന്ന് പറഞ്ഞതിൻ്റെ ഒരു അർത്ഥവും ഇതിൽ ഉണ്ട്. അത് പറയണം. അതിങ്ങനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്നതല്ല. അത് എന്താണെന്നുള്ള ചോദ്യം ഇവിടെ ഉന്നയിച്ചു. അവർ പറയുന്നു, ഇത് വിദ്യ എന്ന് പറഞ്ഞാൽ മായയുടെ സന്തതികളായിട്ടല്ല എല്ലാം ഇരിക്കുന്നത്. ശാസ്ത്രങ്ങളും വേദങ്ങളും പിന്നെ ഇതുപോലെ ഋഷിമാരും ഇതെല്ലാം മായയുടെ സന്തതി പരമ്പരകൾ തന്നെയല്ലോ. അപ്പം ഇതെല്ലാം ഇങ്ങനെ കുറ്റമെന്ന് തള്ളിക്കളയുന്നത് കൊണ്ട് നമുക്ക് ഊർജ്ജഗതി അടയാനും ഉപകാരപ്രദമായിരിക്കുന്ന ഇത് നിഷേധിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണെന്നുള്ള ചോദ്യം ചോദിച്ചിരിക്കുക. മൊഴിയിലെ അതിൻ്റെ വാസ്തവസ്ഥിതിയെ പറഞ്ഞു തരയണമേ, ഇതിൻ്റെ വാസ്തവസ്ഥിതിയെ പറഞ്ഞു തരയണമേ പറയും. 92 ഇത് മനസ്സിലായല്ലോ ഈ ബന്ധം? വേറെ ഒന്നുമില്ല. കാരണം ഇങ്ങനെ പറഞ്ഞു മൊത്തത്തിൽ അടക്കം എല്ലാത്തിനെയും അടച്ച് വിദ്യ എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ സംഭവിക്കുന്ന ചില കുഴപ്പങ്ങളുണ്ടല്ലോ. കാരണം ഇതിൽ മന്ത്രങ്ങൾ, പഞ്ചാക്ഷരി മന്ത്രങ്ങൾ ജപിക്കുന്നവർ, വേദങ്ങൾ പഠിക്കുന്നവർ, വേദാന്തം എടുത്ത് പഠിക്കുന്നവർ, ശാസ്ത്രങ്ങളിൽ നിൽക്കുന്നവർ, 6 ശാസ്ത്രങ്ങളാണ്. അതുപോലെ ഇതെല്ലാം വിദ്യ ആയി പോയില്ലേ? ഇതെല്ലാം ഇതിലെ കൂടി പെടുമല്ലോ. അപ്പം അത് നമുക്കത് എങ്ങനെയാണ് എടുക്കാനുള്ളതെന്ന് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. സ്വപ്നത്തിൽ കണ്ടതേ പൊയ്യെന്ന് ചൊൽവത് പിഴയാനാൽ അല്പമായയിൽ തോന്നിയ ജഗങ്ങളെല്ലാം അസത്തനൽ പിഴയാമേ. സ്വപ്നത്തിൽ കണ്ടതേ പൊയ്യെന്ന് ചൊല്ലാമല്ലേ എന്നിൽ മൈന്ദ, അല്പമായിൽ തോന്നിയ ജഗമെല്ലാം അസത്യമെന്നലാമേ. സ്വാമിയുടെ അതിന് കൊടുത്ത മറുപടിയാണ്. ഇതിൻ്റെ അർത്ഥം ഇതാണ്: സ്വപ്നാവസ്ഥയിൽ കാണപ്പെട്ട ബ്രഹ്മ മുതലായ ദേവന്മാർ, ഗംഗ മുതലായ തീർത്ഥങ്ങൾ, സ്വപ്നശ്രുതി സിദ്ധാന്ത ഉയർവുള്ള പ്രപഞ്ചങ്ങളെ പൊയ്യെന്ന് ചൊൽവത്, ജാഗ്രാവസ്ഥയിൽ ഇരുന്നവൻ മിഥ്യയെന്ന് പറയുന്നത് പിഴയാനാൽ ദോഷമാണെന്ന് ആണെങ്കിൽ അല്പമായിൽ തോന്നിയ ജഗങ്ങളെ, മണ്ണിൽ കടശക്തി പോലെ തന്നിൽ ഏകദേശമായ മായയിലുണ്ടായ പ്രപഞ്ചങ്ങളെ അസത്തനൽ പിഴയാം. മിഥ്യ എന്ന് പറയുന്നത് ദോഷം തന്നെയാകുന്നു. സ്വപ്നത്തിൽ കണ്ടതേ, സ്വപ്നത്തിൽ യോഗ്യ ദേശകാല സാമഗ്രികൾ ഇല്ലാതെ നിദ്രാദോഷ സഹിത അവിദ്യയിൽ ഉണ്ടായി, നിദ്രാദോഷ അവിദ്യയാൽ ഉണ്ടായി കാണപ്പെട്ട ഉയർവുള്ള പ്രപഞ്ചങ്ങളെ പൊയ്യെന്ന് ചൊല്ലാമാം എനിൽ ജാഗ്രാവസ്ഥയിൽ ഉണർന്നവൻ വിദ്യ എന്ന് പറയാം, അതിനാൽ ദോഷമില്ല എന്ന് പറയുകയാണെങ്കിൽ മൈന്ദ മകനെ, അല്പമായിൽ തോന്നിയ ജഗമെല്ലാം പ്രത്യേക അഭിന്ന പരമാത്മാവായ തന്നിൽ ഏകദേശമായിൽ തോന്നിയ ജഗത്തെല്ലാം അസത്യമെന്നലാം. താനായി ഉണർന്ന ജ്ഞാനിക്ക് സംശയം കൂടാതെ വിദ്യയായി തോന്നുന്നതിനാൽ അവൻ വിദ്യ എന്ന് പറയാം, അതിൽ ദോഷമില്ലെന്നറിയുക. ഇതാണ് അതിന് മറുപടി കൊടുത്ത മറുപടി. ആ മറുപടിയുടെ സ്വഭാവം നോക്കിയാൽ നമുക്ക് അത് തൃപ്തികരമായൊരു മറുപടിയായിട്ട് പ്രഥമത്തിൽ തോന്നില്ല.
സ്വാമി പറയുന്നത് സ്വപ്നത്തിൽ കണ്ടതേ പൊയ്യന്റ് ചൊൽവത് പിഴയാണ്. അതായത് സ്വപ്നത്തിൽ കണ്ടതിന് വിദ്യ എന്ന് പറയുന്നത് അത് പിഴയാണെങ്കിൽ, അത് കുറ്റമാണെന്ന് നീ പറയുകയാണെങ്കിൽ, സ്വപ്നത്തിൽ കണ്ടതെല്ലാം വിദ്യയായിരുന്നു എന്ന് പറയുന്നത് കുറ്റമാണെന്ന് നീ പറയുകയാണെങ്കിൽ, പറയുന്നു ഈ അല്പമായയിൽ തോന്നിയ ജഗമെല്ലാം സത്യമെന്നെല്ലാം. ഈ അല്പമായയിൽ പറഞ്ഞില്ലേ, തന്നിൽ ഏകദേശത്തിൽ എന്നുള്ള അർത്ഥം. സമുദ്രത്തിൽ ആ തിരമാലയെ പറ്റി പറയുന്നത് എങ്ങനെയാണ്? സമുദ്രം അഗാധമാണ്, അതിൻ്റെ ഏകദേശത്തിൽ ഒരറ്റത്ത് ഒരല്പം കാണുന്ന തിരമാല. ഇതുപോലെ തന്നിൽ അഖണ്ഡേക ബ്രഹ്മ സ്വരൂപമായിരിക്കുന്ന തന്നിൽ അതിൻ്റെ ഏകദേശത്തിൽ കാണുന്ന ഈ മായ, ഈ ഓളങ്ങൾ പോലെ കാണുന്ന ഇത് ചൊല്ലുന്നത് പിഴ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സ്വപ്നത്തിൽ കണ്ടതിന് സത്യമെന്ന് പറയുന്നത്, സ്വപ്നത്തിൽ കണ്ടത് വിദ്യ എന്ന് പറയുന്നത് പിഴയാണെങ്കിൽ, ഈ അല്പമായാൽ തോന്നിയ ജഗമെല്ലാം അസത്യമെന്നത് പിഴയാണ്, അതും പിഴ തന്നെ. പക്ഷെ അങ്ങനെയല്ലല്ലോ. സ്വപ്നത്തിൽ കണ്ടതേ പൊയ്യന്റ് ചൊല്ലലാം എന്നിൽ മൈന്ത. സ്വപ്നത്തിൽ കണ്ട സത്യമെന്ന് നീ പറയുകയാണെങ്കിൽ നീ പറയുന്ന അല്പമായാൽ തോന്നിയല്ല സത്യം തന്നെ. പക്ഷെ നീ അങ്ങനെ പറയുന്നില്ലല്ലോ. സ്വപ്നത്തിൽ കണ്ട വിദ്യ എന്ന് നീ പറയുകയാണെങ്കിൽ പറയാണ് അല്പമായി തോന്നിയതെല്ലാം അസത്യം തന്നെയാണ്, അല്ലേ? അതൊരു ലോജിക്കല്ലേ എന്ന് പറഞ്ഞ സ്വാമി. ഇവിടെ ആ ആള് മനസ്സിലാക്കിയ എന്താണെന്നറിയാമോ? ഇതില് ഉത്തമ അധികാരി, മധ്യമ അധികാരി, അധമ അധികാരി എന്ന് പറഞ്ഞ 3 അധികാരികൾ. ഈ 3 അധികാരികൾക്ക് ഒരു മരുന്ന് കൊടുത്താൽ ശരിയാവും. ഇവിടെ മധ്യമാധികാരി, മന്ദാധികാരി ആയിട്ടുള്ളവരെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഇതൊന്നും വിട്ടുകളയത്തക്കതല്ല. ഇത് ക്രമമുക്തിയുടെ കാര്യങ്ങളാണ്. ക്രമമുക്തി എന്ന് പറയുന്നത് ഒന്ന് സദ്യോമുക്തി, ഒന്ന് ക്രമമുക്തി. ക്രമമുക്തി എന്ന് പറഞ്ഞാൽ പതുക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും. അവരാണ് ഈ പറയുന്ന രൂപത്തിൽ ഈ മായയുടെ ഈ അംശങ്ങളെ സ്വീകരിച്ച് നിൽക്കുന്നവർ. പക്ഷെ സദ്യോമുക്തിയിൽ, ജ്ഞാനത്തിൽ ഇതില്ല. ജ്ഞാനത്തിലുള്ള പരമാർത്ഥം പറഞ്ഞു കൊടുക്കും. നീ സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യമല്ലെന്ന് നിനക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ? അവർ പറയുന്നത് ഈ ജാഗ്രത കണ്ടുകൊണ്ടിരിക്കുന്ന ഇതും സത്യമല്ലെന്ന് നീ മരണത്തിൽ നിനക്ക് ബോധ്യപ്പെടാൻ പോവുകയാണ്. പക്ഷെ നിനക്ക് അവിടെ ഒരു ചുക്കുമില്ല ചിന്തിച്ചുണരാനോ വേണ്ടതി വരുത്താനോ. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. അത് ഒരു ദിവസം രാത്രി കൊണ്ട് തീരുന്ന സ്വപ്നമെങ്കിൽ ഇത് പകല് കൊണ്ടെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ജാഗ്രത കൊണ്ടേ തീരുള്ളൂ. പ്രാരബ്ധവശാൽ വന്നിരിക്കുന്ന ഈ പറയുന്ന ജാഗ്രത, ഇതാണ് പ്രാരബ്ധം. ഇതിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നതെല്ലാം പൂർവ്വജന്മത്തിന് നമ്മളിങ്ങനെ കർമ്മങ്ങളുടെ ഫലമാണ്. ആരും പുതിയതായി ഒന്നും തന്നെ ചെയ്യുന്നില്ലെന്നാണ്. എല്ലാം അനുഭവിക്കേണ്ട കർമ്മങ്ങൾ നമ്മൾ പല രൂപത്തിൽ തേടി വരും. കാര്യം എന്താണ്? നമ്മളതെല്ലാം ആഗ്രഹിച്ചാണ് ഈ ജന്മം എടുത്തിരിക്കുന്നത്. ഇത് അനുഭവിക്കാൻ ആഗ്രഹിച്ചു തന്നെയാണ് ഈ ജന്മം എടുത്തിരിക്കുന്നത്. അതുകൊണ്ടത് ഈശ്വരൻ അതെല്ലാം അതിൻ്റെ സന്ദർഭങ്ങളെ ഒരുക്കി കൊടുക്കുന്ന ഒരു സ്വഭാവം ഈശ്വരനുണ്ട്. അതാണ് ഈശ്വരൻ ഇവിടെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഒരുങ്ങി വരുമ്പോൾ എന്താണ് മനസ്സിലാക്കാനുള്ളത്? വിവേകം കൊണ്ട് തൻ്റെ കേവല നിലയെ ഇത് ഇല്ലാതാക്കി കളഞ്ഞെന്നുള്ള നിലയിൽ, അതാണ് സമാധി, കേവല നില. വീണ്ടും വിവേകത്തോടുകൂടി ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയാണോ ആ ജ്ഞാനത്തിന് തളർച്ച വരാതെ നിൽക്കേണ്ടതെന്നുള്ള ഒരു വിധം പഠിച്ചെടുക്കുക. അത് വിവേകം. തൻ്റെ സ്വരൂപം ബാധിക്കപ്പെടാതെ താൻ എന്ത് ചെയ്യുന്നതിലും ഒരു കുറ്റമില്ല. മനസ്സിലായി? കാരണം അവരറിയുന്നു താനല്ല ഇതൊന്നും ചെയ്യുന്നത്, ആത്മാവായി താൻ ഒന്നും ചെയ്യുന്നില്ല, നിഷ്ക്രിയനാണ്. കേവലം ഈ കർണങ്ങൾ അതിൻ്റെ സ്വഭാവത്തെ പ്രകടിപ്പിക്കുന്നതാണ്. ആ പ്രകടിപ്പിക്കുന്ന സ്വഭാവത്തിൽ താൻ കേവല സാക്ഷിയാണെന്നുള്ള ഉറപ്പുണ്ട് ഇയാൾക്ക്. ആർക്ക്? ഈ ജ്ഞാന നിലയിലേക്ക് വന്ന ആളിന്. അതുകൊണ്ടാണ് അവർ ചെയ്യുന്ന കുറ്റമല്ലാതായി പോയത്. എല്ലാവരും നമ്മളൊക്കെ ചെയ്ത അതുപോലെയല്ല. ആ ഉറപ്പ് വന്ന ആള്, ആ അനുഭവത്തിൽ വന്ന ആളുകൾക്ക് അവർ ചെയ്യുന്ന ഒരു കർമ്മവും അവരെ ബാധിക്കുന്നില്ല. പക്ഷെ അവർ ചുമ്മാ ഇരുന്നാലും പറ്റില്ല. ഭഗവാൻ കൃഷ്ണൻ തന്നെ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യും, അദ്ദേഹത്തിന് അവരോ ബാധിക്കില്ലെന്നാണ് പറയുന്നത്. ചില അപവാദങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. കാരണം ഒരു ജ്ഞാനി ചെയ്യുന്ന കർമ്മം എന്തായിരിക്കും? ആ കർമ്മത്തിൻ്റെ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടുകൂടി ഒരു കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ സുരേഷ്? അങ്ങനെയാണെങ്കിൽ ഒരു ജ്ഞാനി ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? അതാണ് ലോകോപകാരപ്രദമായി.
ലോകോപകാരപ്രദമായി മാത്രമേ അവർക്ക് എന്തെങ്കിലും കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ജ്ഞാനിയല്ല, അല്ലെങ്കിൽ അയാൾ ജ്ഞാനിയല്ല. തൻ്റെ കുടുംബത്തിന് വേണ്ടി, തനിക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ വംശത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന രൂപത്തിലല്ലേ നമ്മൾ കാമ്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്. ഈ നിലയെ അറ്റുപോയി അവർ പറഞ്ഞ ലോകോപകാരപ്രദമായ ഒരു കർമ്മം ചെയ്യും. ആ കർമ്മം അവരെ ബാധിക്കുകയില്ല. പട്ടാളക്കാരനെ ഒരാളിനെ കൊന്ന വീരസ്വർഗം, ഒരാളിനെ കൊന്ന ബ്രഹ്മഹത്യാദി പാവം. കൊന്നത് രണ്ടും ഒരുപോലെ. പക്ഷെ പട്ടാളക്കാരൻ്റെ ഭാവന അവന് വേണ്ടിയല്ല, രാജ്യത്തിന് വേണ്ടി അവൻ ചെയ്തു. അതിൻ്റെ ഫലമാണ് വീരമൃത്യു, വീരസ്വർഗം. നിഷ്കാമകർമ്മമാണ്. അത് നിഷ്കാമകർമ്മമാണ്. കാരണം അവൻ മനഃപൂർവ്വം ചെയ്തതല്ല. പക്ഷേ അവൻ്റെ മേജർ, അവൻ്റെ ഗുരു പറഞ്ഞു കൊടുത്തു, നമ്മളെ എതിരാളികളെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഷൂട്ട് ചെയ്തിരിക്കണം. അത് അവന് കൊടുത്തിരിക്കുന്ന ഓർഡറാണ്. അവൻ അത് പാലിച്ചത് മാത്രമേ ഉള്ളൂ. അവൻ അതിലൊന്നും ചെയ്തില്ല, അല്ലേ? വസത് തന്നെ ചെയ്തു. ഇതുപോലെയാണ് നമ്മൾ നിൽക്കാറ്. ഗുരുക്കന്മാർ എന്ത് പറഞ്ഞു അതിന് നമ്മൾ പിൻപറ്റി അങ്ങനെ നിന്ന് ചെയ്യുന്നത് എല്ലാം നിഷ്കാമകർമ്മമാണ്. അല്ലാതെ നമുക്ക് സ്വന്തമായി ഒരു നിഷ്കാമകർമ്മം ചെയ്യാൻ പറ്റില്ല. പിന്നെ ആർക്ക് പറ്റും? ജ്ഞാനിക്ക് മാത്രമേ നിഷ്കാമകർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കാരണം പറഞ്ഞു. അവർ ബ്രഹ്മാനന്ദ രസത്തിലാണ് എപ്പോഴും. നമ്മളും എന്തെങ്കിലും ചെയ്ത് സുഖമല്ലേ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ സുഖം തന്നെ അതിൻ്റെ ലാർജ് സ്കെയിലിൽ അവരിൽ ഇരിക്കുമ്പോൾ അവർ ഏത് സുഖത്തിന് ആഗ്രഹിക്കും? പിന്നെ അവർക്ക് വേറെ വേണ്ടി ഇച്ഛയില്ല, പൂർണ്ണമാണ് അവർ. ഇപ്പം ഈ രൂപത്തിലാണ് അവർക്ക് ആ കർമ്മം നിഷ്കാമ്യമായ രൂപത്തിലായിപ്പോയത്. അല്ലാതെ അവർ മനഃപൂർവ്വം അങ്ങനെയല്ല. അവർ ചെയ്യും, പക്ഷെ അവർക്ക് ഇത് സംബന്ധിച്ച് ഒരു ലാഭം അവർ ആഗ്രഹിക്കുന്നില്ല. ഇനി ലാഭമോ നഷ്ടമോ ഉണ്ടെങ്കിൽ അത് ഗുരുസമർപ്പണം ചെയ്യണമെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ചെയ്യാൻ അറിയാവുന്നവർ ഈ ജ്ഞാനികൾ തന്നെയാണ്. ലാഭവും അവർക്ക് വേണ്ട, നഷ്ടവും അവർക്ക് വേണ്ട. രണ്ടും വേണ്ടെങ്കിൽ നിഷ്കാമം. ഇത് ലാഭം എനിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞത്, നഷ്ടം വേണ്ട, നഷ്ടം എടുത്തോ എന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞൊരു കഥ കണ്ടില്ലേ അന്ന്? ദേവേന്ദ്രൻ തേടി ഒരു ഭാവശക്തി എന്ന കഥ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ബ്രാഹ്മണൻ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. അയാളിങ്ങനെ പൂന്തോട്ടമൊക്കെ പരിപാലിച്ച് വരുന്ന കൂട്ടത്തിൽ ഒരു പശു വന്ന് ആ പൂന്തോട്ടത്തിൽ കയറിയ കുറേ നല്ല ചെടികളൊക്കെ കടിച്ചു കളഞ്ഞു. പെട്ടെന്നുണ്ടായ ക്ഷോഭത്തിൽ ബ്രാഹ്മണൻ അവിടെ കിടന്ന ഒരു വലിയ മടലെടുത്ത് ഈ പശുവിൻ്റെ നടുകുറുക്കുകയൊക്കെ അടിച്ചു. കഷ്ടകാലത്ത് പശു ചത്തുപോയി. പശു ചത്ത ഉടനെ ബ്രഹ്മത്തിൽ പാപമായില്ലേ? പാപശക്തി നേരെ വന്ന് ഈ ബ്രാഹ്മണിൽ പ്രവേശിക്കാനായിട്ട് വന്നുടനെ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്യുന്നില്ല, സത്യമാണ്, ആത്മാവായി താനൊന്നും ചെയ്യുന്നില്ല, അത് സത്യം തന്നെ. പക്ഷേ അപ്പം പറഞ്ഞ അല്ല, താങ്കൾ ആണല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ പാപശക്തി അതിലോട്ട് പ്രവേശിക്കാൻ നിന്നപ്പോൾ ഇത് എൻ്റെ കൈയല്ലേ ചെയ്തത്, കൈയുടെ അധിഷ്ഠാന ദേവത ഇന്ദ്രനാണ്. അയാൾ തത്വം പറഞ്ഞു കൊടുത്തു. ഉടനെ ഈ പാപശക്തി നേരെ ഇന്ദ്രൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഇന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങയിൽ പ്രവേശിക്കാൻ അനുവാദം തരണം. അപ്പോൾ പറഞ്ഞു, ഇന്ദ്രൻ ചോദിച്ചു, അതങ്ങനെ ഞാനൊന്നും ചെയ്തില്ലല്ലോ. അല്ല, ഇങ്ങനെയാണ് സംഭവം. ഓഹോ, അത് ശരി. അപ്പോൾ പാപശക്തിയെ കൂട്ടി അദ്ദേഹം ഈ ബ്രാഹ്മണൻ്റെ അടുത്ത്. പക്ഷെ ബ്രാഹ്മണൻ്റെ അടുത്ത് ചോദിച്ചാൽ അയാൾ ഇങ്ങനെ തത്വപരമായിട്ട് പറയും, ഏത് ഞാൻ ആത്മാവായി താൻ ഒന്നും ചെയ്തില്ല എന്ന് പറയും. പക്ഷേ അതിന് അദ്ദേഹം ഒരു സൂത്രം കണ്ടുപിടിച്ചു. അദ്ദേഹം പൂന്തോട്ടത്തിൽ കയറിയതിന് ശേഷം ഇതാരാണ് ഈ പൂന്തോട്ടം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു പെട്ടെന്ന്. അപ്പോൾ ബ്രാഹ്മണൻ അവിടെ നിൽക്കരുത്, ഞാനാണ് ഉണ്ടാക്കിയത്. ഓ, താങ്കളാണോ? അത് കൊള്ളാമോ? അപ്പോൾ ഉടനെ തന്നെ ഒരു ചെടി വന്ന് തൊട്ടിട്ട് പറഞ്ഞു, ഇത് ഇത്ര ഭംഗിയുള്ള ഈ ചെടി ഇതാരും ഇവിടെ വെച്ചു? അത് പോട്ടെ, ഇതിനടുത്ത് തൊട്ട് ഈ ഒരു ചെടി വന്നല്ലോ, ഈ ഒരു അതെങ്ങനെ ഇതാര് പറഞ്ഞു തന്നു ഈ ഒരു ഇങ്ങനെ വെക്കണമെന്ന്? എല്ലാം ഞാനാണെന്ന് പറയാൻ തുടങ്ങി. പിടിപെട്ടു. എന്നിട്ട് പറഞ്ഞ് അങ്ങനെ പോയി നടന്ന് ചെന്നപ്പോൾ പശു ചത്ത് കിടക്കണേ ഉള്ളൂ, പോയില്ല, അവിടെ കിടക്കണേ ഉള്ളൂ. അപ്പം ചോദിച്ചു, ഇതെന്തോന്ന്? അത് പശു. ഇത് പശുവിനെ ആരടിച്ചു തോന്നു? അവിടെ ഞാനല്ല, എൻ്റെ കൈ. അതെങ്ങനെ ശരിയാവും? ആവശ്യത്തിൽ കയറി മനസ്സിലായോ? ഇത് സത്യം പറഞ്ഞാൽ കയറാൻ ഒക്കില്ല തന്നെ. താനല്ല, താനൊന്നും ചെയ്യുന്നില്ല, ആത്മാവാണ് താനെന്ന് സാക്ഷാത്കരിച്ച ഒരു ജ്ഞാനി ഒന്നും ചെയ്യുന്നില്ല, വാസ്തവം തന്നെയാണത്. പക്ഷേ ഈ പൂന്തോട്ടം ഇത്ര ഭംഗിയായിട്ടുണ്ടാക്കിയതാരും ഞാനെന്ന് പറഞ്ഞു. അതിൽ അഭിമാനം, അതിൽ ഭയങ്കര അഭിമാനം. അദ്ദേഹം ഈ അഭിമാനത്തിന് വളർത്താൻ ഒരുപാട് ചോദ്യം ചോദിച്ചു. എല്ലാത്തിലും ഞാൻ വേറെ ആരുമില്ല, ഞാൻ തന്നെ. അത് നിങ്ങളുടെ വൈഫല്ല, നിങ്ങളുടെ ഭാര്യയൊക്കെ സഹായിച്ചു? ആരുമില്ല,
ഞാൻ തന്നെയാന്ന് പറഞ്ഞു. ശരിയെങ്കാര് മനസ്സിലായോ? ഇതുപോലെ യഥാർത്ഥത്തിൽ നാം ഒന്നും ചെയ്യുന്നു, ആരും ഒന്നും ചെയ്യുന്നു. ഈ കരചരണങ്ങൾ അതിൻ്റെ പ്രവൃത്തി ചെയ്യും, ധർമ്മമാണ്. പക്ഷെ അതിൽ അഭിമാനിക്കുന്ന രൂപത്തിൽ നമ്മൾ അതിൽ ചേരും. അതിൽ അഭിമാനിച്ചില്ലെങ്കിൽ നമ്മൾ ചേരുന്നില്ല. ഇതിൽ ജ്ഞാനികൾ എന്ത് ചെയ്യും? ഇതിൽ അഭിമാനിക്കുന്നില്ല, തീരെ അഭിമാനിക്കുന്നില്ല. അതിൻ്റെ ഗുണവും വേണ്ട എനിക്ക്, ദോഷവും വേണ്ട എനിക്ക് എന്ന് പറയുന്ന രൂപത്തിലാണ് അവരുടെ നില. പറയല്ല അത് പറയുന്നത് വേറെ, നില വേറെ. ഇതിൻ്റെ ഒരു രൂപം എങ്ങനെയാണോ അതാണ് അവരുടെ നില പറഞ്ഞത്. അപ്പോൾ ഈ രൂപത്തിലാണ് ജ്ഞാനികൾ കർമ്മം ചെയ്യുന്നത്. അവരെ കർമ്മം ബാധിക്കുന്നില്ല. ഒരു വിധത്തിലും കർമ്മം ബാധിക്കാത്ത ഒരു കൂട്ടരെന്ന് പറയുന്നത് ജ്ഞാനികളാണ്. അതിന്റെ കാരണം എന്താണ്? അവർ ഈ കാരണശരീരത്തെ എരിച്ച് കളഞ്ഞിട്ട് നിൽക്കുകയാണ്. അതാണ് ജ്ഞാനം പറയുന്നത്. പറഞ്ഞില്ലേ, അവിടെ നിന്ന് വന്ന എത്ര ഈ പറയുന്ന ബണ്ടിൽ ഓഫ് കർമ്മങ്ങളാണ് കാരണശരീരത്തിൽ ഉള്ളത് ഒരാൾക്ക്. സോമവരന് അട്ടയായിട്ടും പുഴുവായിട്ടും പശുവായിട്ടും ആടായിട്ടും കൃമിയായിട്ടും ഒക്കെ ജനിക്കാനുള്ള വിത്തുകൾ നമ്മുടെ കാരണശരീരത്തിലുണ്ടെന്ന്. അതിന് ഭഗവാൻ കുറച്ച് കർമ്മത്തെ ഈക്ഷിച്ചാണ് ഇവൻ മുക്തി അടഞ്ഞോട്ടെ എന്നുള്ള ഒരു വിധത്തിലാണ് പോലും ചെയ്യുന്നത്, ഈ പരിപാടി ചെയ്യുന്നത്. കാരുണ്യവാനാണ് ഭഗവാൻ. എപ്പോഴും ആ ജീവിയെ ഉദ്ധരിക്കാനാണ് ഭഗവാൻ നോക്കുന്നത്. അതിനെ നോക്കിയപ്പോൾ ഒരു മനുഷ്യജന്മം ഏറെക്കുറെയൊക്കെ ഒപ്പിച്ച് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ മനുഷ്യജന്മം കൊടുത്തിരിക്കും. അതാണ് ഭഗവാന്റെ മോഡറേഷൻ കൂടെ ഇട്ട് കൊടുത്തിരിക്കും. അങ്ങനെയാണ് നമ്മളൊക്കെ മനുഷ്യജന്മത്തിൽ ഇവിടെ വരുന്നത്. വന്നിട്ട് ഇതെല്ലാം മനസ്സിലാക്കി വിവേകത്തോടു കൂടി നിന്ന് മുക്തി അടഞ്ഞ് രക്ഷപ്പെടാൻ സാധിച്ചാൽ അവൻ ജയിച്ചു. ഇനി പോട്ട്, ഇതിൽ പരാജയപ്പെട്ടാൽ വീണ്ടും കൃമി, തിരിച്ച് കൃമിയായിട്ട് പോകും. ഇത് ഇങ്ങനെയല്ലേ കിടക്കണത് ചക്രത്തിൽ ആദ്യം മുതൽ തുടങ്ങും, പിന്നെ തുടങ്ങി ഏതോ ഒരു അവസരം വരുമ്പോഴാണ് മനുഷ്യജന്മം ഇതിൽ വരുന്നത്. വളരെ ദുർലഭം ത്രയമേ ദൈവം ദേവാനുഗ്രഹേതകം മനുഷ്യത്വം മുമുക്ഷുത്വവും മഹാപുരുഷ സംശയം. മനുഷ്യനാകുക എന്നുള്ളത് വളരെ ദുർലഭം. അതിന് മുമുക്ഷുത്വം വരാന്നുള്ളത് അതീവ ദുർലഭം. ഇനി പോട്ടെ, അതിന് പറ്റിയ ഒരു സദ്ഗുരുവിനെ ലഭിക്കുക എന്നുള്ളത് അതിനെക്കാട്ടി വലിയ ദുർലഭം. ഇങ്ങനെ ദുർലഭമായിരിക്കുന്ന ഇതിലാണ് സുരേഷ് നമ്മളെല്ലാം ഒന്ന് വീണ്ടും മനസ്സിലായിട്ടുണ്ട്. അതിൽ നമ്മൾ എന്തോ ഭാഗ്യം കൊണ്ട് നമ്മളൊക്കെ ഈ ഒരു പരമ്പരയിൽ വന്ന് ചാടിയതാണ്. നമ്മുടെ കഴിവല്ല, എന്തോ ഒരു പുണ്യം. അതിന് എന്ത് പുണ്യമോ ചെയ്ത്, എന്ത് ഭാഗ്യമോ കാണുന്നതൊക്കെ പറഞ്ഞ് താണ്ഡവരായ സ്വാമികൾ നാരായണ സ്വാമികളെ വണങ്ങുന്നു. ഞാൻ എന്ത് പുണ്യമാണ് സ്വാമി ഞാൻ കഴിഞ്ഞ ജന്മം ചെയ്തത് ഇതിനു വേണ്ടി. ഞാൻ ഒരു വകയും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്നില്ല. ഞാൻ അത്ര നല്ല ആളല്ല. സ്വാമിനെ എത്ര പറഞ്ഞാലും ശരി, ഞാനൊരു നല്ല ആളല്ല. കാരണം എനിക്കറിയാം എന്നെ, അല്ലേ? അതിലൂടെ എന്തെല്ലാം പാപങ്ങൾ ചെയ്തിരിക്കുന്നു. ഇതിനെല്ലാം മൈനസ് ചെയ്തുകൊണ്ട് എന്നെ അങ്ങ് ഈ രൂപത്തിൽ കൊണ്ടുവന്ന ആളാക്കിയില്ല. ഞാനത് എന്ത് ഭാഗ്യമാണ് ചെയ്തത്, എന്ത് പുണ്യമാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് മഹത്തുക്കളെ മുമ്പിൽ കിടന്ന് ഉരുളയാണ് സുരേഷേ ആളുകൾ. ഇതൊരു ഭയങ്കരമായ ഒരു കാര്യമല്ലേ ഇത്. നമുക്കതിൻ്റെ ഇത് വരുമ്പോൾ മനസ്സിലായിക്കോളും. ഇങ്ങനെ പറഞ്ഞാണ് 91ാമത്തെ പദ്യം നിൽക്കുന്നത്. അപ്പോൾ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ സ്വാമി അങ്ങ് പറഞ്ഞ മായയുടെ കാര്യമായിട്ടാണല്ലോ ഈ പങ്കജാചനം മുതലായവരെല്ലാം ഇരിക്കുന്നത്. അത് സത്വഗുണത്തിൽ ആണ് ഈശ്വരൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. സത്വഗുണ, രജോഗുണ, തമോഗുണങ്ങൾ, 3 ഗുണങ്ങൾ. ഈ രജോഗുണ തമോഗുണങ്ങളിലാണ് ഈ ജീവന്മാരെല്ലാം ഇരിക്കുന്നത്. ഈശ്വരൻ ഇരിക്കുന്നത് അത് സത്വഗുണത്തിലുമാണ്. അപ്പോൾ ഗുണങ്ങളെല്ലാം പോയെങ്കിൽ ഈ പറയുന്ന പങ്കജാചനൻ, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ ഇതെല്ലാം വിദ്യയായില്ലേ ഒന്ന്. രണ്ടാമത് ഈ പറഞ്ഞ ഗംഗ മുതലായ തീർത്ഥങ്ങൾ, അതുപോലെ പല പല കാര്യങ്ങളില്ലേ. അത് പിന്നീടെന്ന് പറഞ്ഞ ശാസ്ത്രങ്ങൾ, വേദങ്ങൾ, ഇതെല്ലാം വിദ്യയെന്ന് അങ്ങ് പറഞ്ഞാൽ അത് കുറ്റമില്ലെന്ന്, അങ്ങേക്കിത് കുറ്റമില്ലെന്ന്. കാര്യം ഇതിനെയൊക്കെ നിഷേധിച്ച് പറഞ്ഞാൽ അവരുടെയൊക്കെ ശാപങ്ങൾ വന്ന് ചേരില്ലെന്ന് അങ്ങേക്ക് എന്നാണ് ചോദ്യം. അത് വായിച്ച് പറഞ്ഞിട്ട് നമുക്ക് നിർത്താമേ, കൊള്ളാതെ. അതിന് സ്വാമി കൊടുക്കുന്ന മറുപടി വായിച്ചല്ലേ. അത് പറഞ്ഞ് സ്വപ്നത്തിൽ കണ്ടതിന് സത്യമാണെന്ന് നീ പറയുകയാണെങ്കിൽ നീ ഇപ്പം പറഞ്ഞ ഈ മായയിൽ കണ്ടതെല്ലാം സത്യം തന്നെ. പക്ഷെ നീ സ്വപ്നത്തിൽ കണ്ടത് സത്യമാണെന്ന് പറയുമോ? നീ സ്വപ്നത്തിൽ നിനക്കൊരു ലോട്ടറി അടിച്ച് അല്ലെങ്കിൽ പോട്ട് നിനക്കൊരു നിധി കിട്ടി, നീ സത്യമെന്ന് പറയുമോ? നീ വിദ്യ എന്നല്ലേ പറയും. അങ്ങനെയാണെങ്കിൽ ഈ അല്പമായിൽ കണ്ട ജഗത്തെല്ലാം വിദ്യ എന്നത് സത്യം, ഇത് അത് തന്നെയാണ്, വിദ്യ തന്നെയാണ് എന്ന് പറഞ്ഞ് സ്വാമി അതിന് മറുപടി കൊടുത്തിട്ട്, പൊയ്യ മെയ്യന്റെ മൂടറുകൾ പുണ്യവരന്റെ പുരാണം കൂപ്പിടമാനാൽ
മെയ്യൻ ജ്ഞാനിക്ക് കുറ്റങ്ങൾ വിധിത്ത ചാത്തിരമുണ്ടോ? പൊയ്യതേതനിൽ നാമരൂപങ്ങളാം ഭൂതങ്ങളാകിയ മായി, മെയ്യതേതനിൽ സച്ചിദാനന്ദമായി വ്യാപിക്കും ആത്മാവേ. പൊയ്യ മെയ്യന്റെ മൂടർ പുണ്യരന്റെ പുരാണം കൂപ്പിടുമാനാൽ, മെയ്യന്റെ ജ്ഞാനിക്ക് കുറ്റങ്ങൾ വിധിത്ത ചാത്തിരമുണ്ടോ? പൊയ്യതേതനിൽ നാമരൂപങ്ങളാം ഭൂതങ്ങളാകിയ മായി, മെയ്യതേതനിൽ സച്ചിദാനന്ദമായി വ്യാപിക്കും ആത്മാവേ. ശ്രുതിയുക്തി അനുഭവസിദ്ധമായ അദ്വൈതത്തെ അനാദരവ് ചെയ്ത് ശ്രുതിയാദികൾ വിദ്യ എന്ന് നിഷേധിക്കപ്പെട്ട ദ്വൈതത്തെ സത്യമെന്ന് പറയുന്ന സാഖ്യ കണാദൻ മുതലായ മതാനുസാരികളായ മൂഢരെ പുണ്യവാന്മാരാണെന്ന് പുരാണം പറയുമെങ്കിൽ, മെയ്യന്റെ ജ്ഞാനിക്ക്, ശ്രുതി മുതലായവയാൽ സിദ്ധാന്തമായ അദ്വൈതത്തെ സത്യമെന്ന് പറയുന്ന ജ്ഞാനിക്ക് കുറ്റങ്ങൾ വിധിച്ച ശാസ്ത്രമുണ്ടോ? അപരാധങ്ങളെ വിധിച്ച ശാസ്ത്രം ഏത്? ഇതിൽ പറയാണ്, പൊയ്യതേതനിൽ വിദ്യയായത് ഏതെന്നാണെങ്കിൽ നാമരൂപങ്ങളാം ഭൂതങ്ങളാകിയ മായ. ഈ നാമരൂപങ്ങളായ ഭൂതഭൗതിക രൂപമായിരിക്കുന്ന മായയെന്ന്. ഇനി മെയ്യതേതനിൽ സത്യമായി തോന്നുന്നത് സത്യചിത്ത ആനന്ദ ആയ സച്ചിദാനന്ദ രൂപമായ വ്യാപിക്കും ആത്മാവെ. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന പ്രത്യേകാത്മാവാകും. ഈ പുരാണത്തിനെ ഖണ്ഡിക്കുകയും ചെയ്തത് ഇവിടെ സ്വാമി പറഞ്ഞു, അത് ഫ്ലാറ്റായിട്ട് ഖണ്ഡിക്കാൻ പറ്റില്ല പുരാണം. കാര്യം ഇവിടെ ഇതെല്ലാം ഇതിൻ്റെ ചവിട്ടുപടികളാണ്, മനസ്സിലായില്ലേ? കർമ്മകാണ്ഡങ്ങളാണ്. കർമ്മം, ഉപാസന, ജ്ഞാനം. ഈ ജ്ഞാനകാണ്ഡത്തെ പറ്റി പറയുമ്പോൾ മറ്റു കാണ്ഡങ്ങളെല്ലാം ഇവർ കട്ട് ചെയ്ത് കളയും, മനസ്സിലായി. പക്ഷെ അങ്ങനെയാണെങ്കിലും എല്ലാം ഒരു ജ്ഞാനിയാവുന്നതിന് അയാളെടുത്ത എഫർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ കൊല്ലം ഇതുപോലെ പഞ്ചാക്ഷരിയൊക്കെ ജപിക്കുകയും ഇതുപോലെ തീർത്ഥസ്നാനങ്ങളിലൊക്കെ കുളിക്കുകയും അല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്ത് പതുക്കെ പടിപടിയായിട്ടാണ് അവർ മുമ്പോട്ട് വന്നിരിക്കുന്നത്. ക്രമമുക്തി തന്നെയല്ല. ഈ ജ്ഞാനം എന്ന് പറയുന്ന ആ സദ്യോമുക്തിയിലേക്ക് വരുന്നതിന് മുമ്പുള്ള പടവുകളായിട്ടാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ പൂർണ്ണമായും വിദ്യ തള്ളിക്കളയാൻ സാധ്യമല്ല എന്നുള്ളതാണ് ശിഷ്യന്റെ വാദം. സ്വാമിയും ഫ്ലാറ്റായിട്ട് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തലോടി വിട്ടിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. പൊയ്യ മെയ്യന്റെ മൂടറുകൾ എന്ന് പറഞ്ഞു. നാമരൂപങ്ങളെ ആണ് പൊയ്യെന്ന് പറയുന്നത്. ഇപ്പൊ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ പരമാർത്ഥ സ്വരൂപം തന്നെ, പക്ഷെ അതിൽ കൃഷ്ണൻ എന്ന നാമവും ആ ഓടക്കുടലെല്ലാം വായിച്ച് കൊണ്ട് നിൽക്കുന്ന ആ ഒരു കോമളമായ രൂപവും അല്ലേ, ഇതിനെയാണ് വിദ്യ എന്ന് പറഞ്ഞത്. എന്നാൽ കൃഷ്ണനോ സത്യമാണ്, അത് പരമാത്മാവ് തന്നെ. അതുകൊണ്ട് തന്നെ പുരാണങ്ങൾ തുടങ്ങുമ്പോഴും ഇത് ശ്രീകൃഷ്ണനാകുന്നത് പരമാത്മാവിടോ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അല്ലേ. അപ്പൊ ഇവിടെ പൊയ്യെന്ന് പറഞ്ഞ എന്താണ്? ഇതിൽ കൊടുത്തിരിക്കുന്ന കളറാണ്. ഈ കളറാണ് നാമരൂപം. ഇപ്പൊ അജയന് പൊയ്യെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ശരീരം മാത്രമല്ല അത്, അതിൽ വന്നിരിക്കുന്ന ജാതി, കുലം, വർണ്ണം, ഗോത്രം, അതിൻ്റെ എല്ലാം ചേർന്ന് ആണ് ഇതിൽ വിദ്യ എന്ന് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതിന് ആത്മസ്വരൂപമാണ്. പിന്നെ നിഷേധിക്കാനൊക്കാത്തൊരു സത്യമായിട്ട് അത് നിൽക്കുകയാണ്. എല്ലാവരും അത് നിൽക്കുകയാണ്. നമ്മളെല്ലാം ആത്മസ്വരൂപങ്ങളാണ്. അതിൽ വന്നിരിക്കുന്ന ഈ നാമരൂപമായിരിക്കുന്ന മായയെ മാറ്റിയാൽ, ഇതിനെ നിഷേധിച്ചാൽ അദ്വൈതമാണ്. സുരേഷ് ഞാനും എന്ത് വ്യത്യാസം ഇരിക്കുന്നു? ഇതാണ് ഈ അദ്വൈതം, ഇതാണ് ജ്ഞാനം. ഇതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അദ്വൈത ദർശനം ജ്ഞാനം. അദ്വൈത ദർശനം വരണം എന്ത് ചെയ്യണം സുരേഷ്? ഒരു പറയുന്നു ഈ പറയുന്ന ആത്മസാക്ഷാത്കാരം ഉണ്ടാവണം. അതിനാണ് ആദ്യം പറഞ്ഞ് 9 ലക്ഷ്യമായി വരണം. 9 ലക്ഷ്യം എന്ന് വെച്ചാൽ ജീവന്റെ ഉപാധികളെ നേടിയത് അതിൻ്റെ അവധിയിൽ തെളിഞ്ഞ ആ സാക്ഷി ചൈതന്യം അല്ലെങ്കിൽ ആ കൂടസ്ഥ ചൈതന്യം, അതാണ് ഇത് യഥാർത്ഥം. സുരേഷ് ഞാനെന്ന് പറയുന്നത് ആ കൂടസ്ഥ ചൈതന്യത്തിനെയാണ്. പക്ഷെ അതെങ്ങനെ ഇരിക്കുന്നു? മായാരഹിതമായിരിക്കുകയാണ്. അതിനൊരു വർണ്ണമോ നിറമോ ഗുണമോ രൂപമോ ഒരു സ്വാദോ ഒന്നുമില്ല. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അങ്ങനെ ഇരിക്കുന്ന ആ ഒന്ന്.
അതെങ്ങനെ ഇരിക്കുന്നു മനസ്സുകൊണ്ട് ഊഹിക്കേണ്ട. അങ്ങനെ മനസ്സുകൊണ്ട് ഊഹിക്കുന്നത് കൊണ്ട് അന്തം വിടാനേ പറ്റൂ. ഇത് അവർ പറയുന്ന രൂപത്തിൽ ഈ സവികൽപ്പ സമാധി പഴകി വന്നാൽ നിനക്ക് ഇതിനെ അനുഭവിച്ചറിയാം. നീ അതാണെന്നുള്ള രൂപത്തിലുള്ള ഇരിപ്പിതിൽ വരും. അങ്ങനെ വേണം അറിയാൻ. അല്ലാതെ അറിയാൻ ശ്രമിക്കുന്നതല്ല, സാങ്കല്പികമാണ്. അതാണ് നമ്മൾ വീണ്ടും സങ്കല്പിച്ചു എന്ന് പറയും. ഉപാസന ഇത് വരാതെ ഇതിൻ്റെ യഥാർത്ഥ രൂപം അവർ പറഞ്ഞു തന്നു. ഇങ്ങനെ ചെയ്യും. അതിൻ്റെ വിവേകത്തോടു കൂടി ഈ സാധനയെ അനുഷ്ഠാനം ചെയ്താൽ നിനക്ക് സ്വയം ബോധ്യപ്പെടും. അതിനൊരു ഗുരു ഒന്നും വേണ്ട. ഇതിൻ്റെ സ്വാഭാവികമായിരിക്കുന്ന ഒരു കാര്യമാണിത്. പക്ഷെ പൂർവ്വത്തിൽ നമുക്ക് ഗുരു ഇങ്ങനെ പറഞ്ഞു ഇരിക്കണം. എങ്കിലും ഒരല്പം അകത്തോട്ട് മയ്യനേനുള്ള നിന്റെ അനന്ത ജന്മങ്ങളാണ്ടവയ്യനെ ഉപദേശിക്ക വെളിവந்த ഗുരുവേ പോറ്റി ഉയവേ മുക്തി നൽകും ഉദവിക്കോരുദവി നായേ ചെയ്യുവാറും കാണേ തിരുപടി പോറ്റി സത്യത്തിൽ സുഖകരമാം ഗുരുവേ പോറ്റി ജലനമിലാ ശാന്തപര ഗുരുവേ പോറ്റി നിത്യ നിർഗുണമായ ഗുരുവേ പോറ്റി നിരഞ്ജനമായി നിന്റെ പര ഗുരുവേ പോറ്റി ശുദ്ധപരവിളിയാന ഗുരുവേ പോറ്റി സൂക്ഷ്മമായി നിറഞ്ഞവര ഗുരുവേ പോറ്റി അദ്വൈത പൂരണമാം ഗുരുവേ പോറ്റി അഖണ്ഡമതാം സദ്ഗുരുവേ പോറ്റി.